ഫസ്റ്റ് ആഡ് മാനേജർ. അപ്പൊ ഇതിൽ നമുക്ക് ഇന്ന് മുതൽ ഫസ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിന്റെ ഫോർമാറ്റ് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ്, ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അതിൽ ആഡ് മാനേജർ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, നമ്മുടെ സ്ഥാപനത്തിന്റെ നെയിം, നമ്പർ, ടാക്സ്, അങ്ങനെ പേയ്മെന്റ് ഇൻഫർമേഷൻ, ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഒരു ബിസിനസ് അക്കൗണ്ട് ആണ് എന്ന് ഫേസ്ബുക്ക് വെരിഫൈ ആവുക. അതായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഡാഷ്ബോർഡ് ആയിരിക്കും കിട്ടുക. ഈ ഡാഷ്ബോർഡിൽ നമുക്ക് ഫസ്റ്റ് വൺ ക്രിയേറ്റ് എന്നുള്ളതാണ്. അപ്പൊ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ചൂസ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ്. പല വ്യത്യസ്തമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിലൊന്ന് വരുന്നത് അവയർനെസ് ആണ്. അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഗോള് വരുന്നത്. മനസ്സിലായോ? ഈ ക്യാമ്പയിനിലൂടെ നമുക്ക് അവയർനെസ് ക്യാമ്പയിൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോള് എന്നത് ഒരുപാട് ആളുകളെ കാണിക്കുക, റീച്ച് ചെയ്യുക, ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ആൾക്കാരെ വ്യൂ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സ്റ്റോർ ലൊക്കേഷൻ ഒരുപാട് ആൾക്കാരെ കാണിക്കുക. ഇവിടെ നമുക്ക് ബിസിനസ് കൺവേർഷനോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യില്ല, പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. കൺവേർഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, എൻക്വയറി വരാൻ വരാതിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിനെ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ അറിയിക്കുക എന്നുള്ള. അത് വ്യത്യസ്ത രൂപത്തിൽ വീഡിയോ ആയിട്ടോ പോസ്റ്റേഴ്സ് ആയിട്ടോ കറോസൽ ടൈപ്പ് ആയിട്ടോ വ്യത്യസ്ത രൂപത്തിൽ അവരെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ച് റീകോൾ ലിഫ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. റീകോൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകളെ മൈൻഡിൽ എന്ത് ചെയ്യുക, ബ്രാൻഡാക്കി മാറ്റുക എന്ന് പറയല്ലോ നമ്മൾ. അപ്പൊ ആ രീതിയിൽ ആളുകളെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിന് അവയർനെസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്യാമ്പയിനാണ് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവയർനെസ് ക്യാമ്പയിൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു, ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോമാണ് വരിക. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ, ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അതിന് 3 പാർട്ടാണ്. ഒന്ന് ക്യാമ്പയിൻ, രണ്ടാമത് ആഡ് സെറ്റ്, മൂന്നാമത്തെ ആഡ്. ഇവിടെ കാണാൻ പറ്റും ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ചെയ്യാം. ഫസ്റ്റ് ക്യാമ്പയിൻ എന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാമ്പയിൻ, ഫസ്റ്റ് ക്യാമ്പയിന് നെയിം കൊടുക്കുക. അപ്പൊ എന്താ ഒരു നെയിം കൊടുത്തിരിക്കുക, നമുക്ക് അത് എന്തിന്റെ ക്യാമ്പയിൻ ആണ് എന്നതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒരു ക്യാമ്പയിൻ കൊടുക്കുക, നെയിം കൊടുക്കണം. ഇപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഏതിന്റെ പേരിൽ കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഷാ ഡിജിറ്റൽ എന്നുള്ള പേരിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അപ്പൊ അതിന്റെ ഒരു ബ്രാൻഡിങ്, അതിന്റെ ബ്രാൻഡിങ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന് നെയിം കൊടുത്തു. ഈ നെയിം കൊടുത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഈ നെയിം മാത്രമേ കാണിക്കുള്ളൂ, ക്യാമ്പയിൻ നെയിം. അപ്പൊ അത് ഏതിന്റെ ആണ്, ഏത് കാറ്റഗറി ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാകാരം. നമ്മൾ ഒരുപാട് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കൽ നിർബന്ധം. കാരണം ഇപ്പൊ ഒരുപാട് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുമ്പോൾ അത് എന്ന് ചെയ്താണെന്നും കൂടെ മനസ്സിലാക്കണം. കാരണം നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ ഇതേ സ്ഥാപനത്തിന് വ്യത്യസ്ത രീതിയിൽ പല സമയത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റും കൂടെ കൊടുക്കാം. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ അതിന്റെ നെയിം കൊടുക്കുക എന്നുള്ള, ഏത് കമ്പനിക്കാണ്, ഏത് ടൈപ്പ് ക്യാമ്പയിൻ ആണ് എന്നാണ് ചെയ്തത് എന്നുള്ളത്. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പയിന് നെയിം കൊടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾക്ക് ഏത് നെയിമിലും കൊടുക്കാം. ഇതാണ് അതിന്റെ ഒരു കോമൺ ഫോർമാറ്റ്, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്നത്. ഒരുപാട് ക്യാമ്പയിൻ വരുമ്പോൾ, ഒരു 10-50 ക്യാമ്പയിൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകാം. ഓക്കെ, രണ്ടാമത്തെ കേസ് സ്പെഷ്യൽ ആഡ് കാറ്റഗറി എന്നുള്ളതാണ്. ഈ സ്പെഷ്യൽ ആഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ബാങ്കുമായി ബന്ധപ്പെട്ട് വെഹിക്കിൾ ലോണ്, ലോങ് ടൈം ഫിനാൻസിങ്,
അതുപോലത്തെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാറ്റഗറി. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ആഡ്സ് ഫോർ ജോബ് ഓഫർ കൊടുക്കുന്നത്, ഇന്റേൺഷിപ്പ്, പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഓർ അതർ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി. പിന്നെ വരുന്നത് ഹൗസിംഗ് ലോൺ, ലിസ്റ്റിംഗ്, ഹോം ഇൻഷുറൻസ്, മോട്ടോ ഗാജസ് ഓർ അതർ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി. ദെൻ സോഷ്യൽ ഇഷ്യൂസ്, ഇലക്ഷൻ ഓർ പൊളിറ്റിക്സ്. ഈ ഒരു 4 കാറ്റഗറി എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറിയാണ്. അപ്പൊ ഈ 4 കാറ്റഗറിയിൽ പെട്ട ആഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നോർമലി ഉള്ള ഒരു വെരിഫിക്കേഷൻ അല്ലാതെ ഒരു അഡീഷണൽ വെരിഫിക്കേഷനും കൂടെ എന്ത് ചെയ്യും, ഇത് ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഓടിക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നമ്മൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുമ്പോൾ, രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സ്പെഷ്യൽ കാറ്റഗറി വെരിഫിക്കേഷൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവും. അതുപോലെ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഈ ഒരു 4 കാറ്റഗറി ഉണ്ട്. അപ്പൊ ഈ 4 കാറ്റഗറി അതാണ് നമ്മുടെ ആഡ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. പക്ഷെ ഇത് ടിക്കറ്റ് കൊടുത്താലുള്ള വിഷയം എന്താ വെച്ചാല് ഒന്നും കൂടെ റിവ്യൂ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ചെക്കിങ് ഒന്നും കൂടെ സ്ട്രോങ് ആവും. ആ ചെക്കിങ് കഴിഞ്ഞ് വെരിഫൈ ആവണം എന്നുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ കാറ്റഗറി ഓഫ് ക്യാമ്പയിൻ ചെയ്യൽ കുറവായിരിക്കും. ഇത് ഒന്നുകിൽ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ലോണ്, ബാങ്ക്, ക്രെഡിറ്റ്, എംപ്ലോയ്മെന്റ്, ഈ ഒരു കാറ്റഗറി ചെയ്യുന്നവരാണെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കുക. അപ്പൊ അതിന് സെപ്പറേറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഇത് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു വെരിഫിക്കേഷൻ ഒഴിഞ്ഞിട്ടും. ഓക്കെ, ഇത് അഡ്വർടൈസിങ്ങിന്റെ ഒരു പോളിസിന്റെ ഭാഗമാണ്. അപ്പൊ ആ കാറ്റഗറി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട. അടുത്തത് ക്യാമ്പയിൻ ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിൽസ് നമ്മളിവിടെ ഒന്നാമത്തെ ആക്ഷന് ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തു. ആക്ഷന് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ അവയർനെസ് കൊടുത്തിട്ടുള്ളത്. അവയർനെസ് കൊടുത്തു. ക്യാമ്പയിൻ ക്യാമ്പയിൻ ഇവിടെ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ക്യാമ്പയിൻ സ്പെൻഡിങ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ സ്പെൻഡിങ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്യാമ്പയിന് എമൗണ്ട് മുടക്കുന്നത് എത്ര എമൗണ്ട് എന്നുള്ളത് നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റും. ഈ ഒരു ഇപ്പൊ നമ്മൾ ഈ ആഡ് അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്യാമ്പയിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5,000 രൂപ എന്ത് ചെയ്താൽ മതി, ചെലവായാൽ മതി എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ലിമിറ്റ് വെക്കാം. അല്ലെങ്കിൽ ഒരു 2,000 രൂപ സ്പെൻഡ് ആയാൽ മതിയെങ്കിൽ ഇവിടെ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ലിമിറ്റ് ഫില്ല് ആകുമ്പോൾ ക്യാമ്പയിൻ ഓഫ് ആയിക്കോളും. മനസ്സിലായോ? നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് ഓടുമ്പോൾ നമ്മളെ ഈ ആഡ് അക്കൗണ്ടിൽ എന്തായാലും ഒരുപാട് ക്യാഷ് ഉണ്ടാവും. അപ്പൊ ഓരോ ക്യാമ്പയിനും നമുക്ക് ഇത്ര എമൗണ്ട് സ്പെൻഡ് ആയാൽ മതി എന്നുള്ളത് നമുക്കൊരു കണ്ടീഷൻ ഉണ്ടാവും. നമ്മൾ ഓരോ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിനൊരു ബഡ്ജറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ഒരു ബഡ്ജറ്റ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ക്യാമ്പയിൻ സ്പെൻഡിങ് ലിമിറ്റ് എന്നുള്ളത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ എമൗണ്ടിൽ എന്ത് ചെയ്യും, ക്യാമ്പയിന് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ വരുന്ന A/B ടെസ്റ്റ് ആണ്. ഈ A/B ടെസ്റ്റ് എന്ന് പറയുന്നത് 2 അതിൽ കൂടുതലൊക്കെ ക്യാമ്പയിൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാനൊരു ക്യാമ്പയിൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ക്യാമ്പയിനിൽ വ്യത്യസ്ത ആ ഒരു ക്യാമ്പയിനിൽ ഒരു ഇമേജ്, അതിന്റെ ഓഡിയൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. രണ്ടാമത് ഇതേ ആളുകൾ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ ഓഡിയൻസിനെ ചേഞ്ച് വരുത്തിയിട്ട് വ്യത്യസ്ത ഇമേജും ക്രിയേറ്റീവ്സും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേറെ ക്യാമ്പയിൻ ചെയ്തു. ഈ 2 ക്യാമ്പയിൻ ബേസ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്താൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിലവിലുള്ള ക്യാമ്പയിനും കണക്ട് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ്, ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്, അത് നമുക്ക് വ്യത്യസ്ത കാറ്റഗറി നോക്കാം. ഇമേജിൽ നോക്കാം, അതിന്റെ ഓഡിയൻസിൽ നോക്കാം, ടെക്സ്റ്റിൽ നോക്കാം, അത് പ്ലേസ് ചെയ്യുന്ന പ്ലേസ്മെന്റിൽ നോക്കാം. ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിയിൽ 2 അത് കൂടുതലോ ക്യാമ്പയിൻസ് തമ്മിൽ ഒരു A/B ടെസ്റ്റ് നടത്തുന്നതിനാണ് എന്ത് A/B ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഓൾറെഡി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ പിന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ അതിപ്പോ അവിടെ നിൽക്കട്ടെ. പിന്നൊന്ന് വരുന്നത് അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഒരു ക്യാമ്പയിന് ഇവിടെ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്, ഒരു ക്യാമ്പയിന് ഉള്ളിൽ ഡിഫറെന്റ് ആഡ് സെറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഡിഫറെന്റ് ആഡുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ ഓരോ ആഡ് സെറ്റിനും സെപ്പറേറ്റ് പേയ്മെന്റ് കൊടുക്കുക. അതല്ലെങ്കിൽ ടോട്ടൽ ക്യാമ്പയിന് ഇവിടെ പേയ്മെന്റ് കൊടുക്കാം. അപ്പൊ ടോട്ടൽ ക്യാമ്പയിന് നമുക്ക് ബഡ്ജറ്റ് നിശ്ചയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഓൺ ആക്കി കൊടുത്തിട്ട് ഇവിടെ 2 രീതിയിൽ ബഡ്ജറ്റ് കൊടുക്കാം. ഒന്ന് ഡെയിലി ബഡ്ജറ്റും ഉണ്ട്, ഒന്ന് ലൈഫ് ടൈം ബഡ്ജറ്റും ഉണ്ട്. ദിവസം ഇത്ര രൂപ സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ വെക്കാം. അതല്ലെങ്കിൽ
നമ്മൾ ലൈഫ് ടൈം ബഡ്ജറ്റ് എന്നാകുമ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10,000 എത്രയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ബഡ്ജറ്റ് വെക്കാം. ഒരു 10,000 രൂപ വെച്ചു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ടോട്ടൽ ആയിട്ടും വെക്കാൻ പറ്റും, അതല്ല ഡെയിലി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെക്കാൻ പറ്റും. ഇങ്ങനെ രണ്ട് രീതി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഡെയിലി ബഡ്ജറ്റും ഉണ്ട്, ലൈഫ് ടൈം ബഡ്ജറ്റും ഉണ്ട് എന്നത് ഓർത്ത് വെക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബഡ്ജറ്റ് ഡെയിലി ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇംഗ്ലീഷ് യുവർ ബഡ്ജറ്റ് ഡ്യൂറിങ് സ്പെസിഫിക് ടൈം പീരീഡ്, നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ രാവിലെ മോർണിംഗ് മുതൽ ക്യാമ്പയിൻ ഓൺ ആയിട്ട് രാത്രി ഒരു 11 മണി 12 മണിക്ക് ക്യാമ്പയിൻ ഓഫ് ആവാം. ഇപ്പൊ രാത്രി 12 മണിന്റെ ശേഷം ക്യാമ്പയിൻ നമുക്ക് ഓടണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ ഓരോ ദിവസവും ഡേ ബേസ് ചെയ്തിട്ട് ടൈം, ക്യാമ്പയിൻ റൺ ചെയ്യുന്ന ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും, എന്തായാലും 10, 11 മണി 12 മണി ആകുമ്പോൾ തന്നെ അവർ ഉറങ്ങും. അതുപോലെ മോർണിംഗിൽ അവർ എണീക്കും. അപ്പൊ അവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ക്യാമ്പയിൻ ഓടിച്ചിട്ട് കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അത് നമുക്ക് അനാവശ്യമായിട്ട് ആ ഫണ്ട് വേസ്റ്റിംഗ് നമുക്ക് ഒഴിവാക്കാം. എന്നാൽ നേരെ മറിച്ച് യൂത്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 12 മണി എന്നുള്ള ഒഴിവാക്കിയിട്ട് രാത്രിയൊക്കെ എടുക്കാം. കാരണം അവരെന്ത് ചെയ്യും, രാത്രിയൊക്കെ ലൈവ് ആയിരിക്കും ഒട്ടുമിക്ക ആളുകളും. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ ബിഹേവിയർ അനുസരിച്ചാണ് നമുക്ക് ഇവിടെ ടൈമും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, സ്പെൻഡ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ഒന്ന് പറയട്ടോ. അപ്പോ ഇവിടെ ലൈഫ് ടൈം ബഡ്ജറ്റും ഡെയിലി ബഡ്ജറ്റും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യണില്ല. കാരണം ഇവിടെ ബഡ്ജറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ക്യാമ്പയിൻ മൊത്തത്തിൽ ഈ ബഡ്ജറ്റിലായിരിക്കും കൂടെ. അത് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഓരോ ആഡ് സെറ്റിനും ഡിഫറെന്റ് എമൗണ്ട് ബഡ്ജറ്റ് ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ക്യാമ്പയിൻ ആയിട്ട് ഇതിനുള്ളിൽ ചെയ്യണമെങ്കിൽ ഇത് ഇടാൻ പറ്റില്ല. ഇത് ഇടാതിരിക്കലാണ് നമുക്ക് ബെറ്റർ. ഓക്കെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ക്യാമ്പയിനും ടോട്ടൽ ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കാം. ഡെയിലി ബഡ്ജറ്റും ആക്കാം, അതുപോലെ ലൈഫ് ടൈം ബഡ്ജറ്റും ആക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആഡ് സെറ്റ് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് വൺ ക്യാമ്പയിനിങ് ആയിരുന്നു. ഇനി അടുത്തത് ഇവിടെ എന്താ, ആഡ് സെറ്റ് ആണ്. അപ്പൊ ആഡ് സെറ്റും നമുക്കൊരു നെയിം കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ കൊടുത്ത അതേ നെയിം പ്ലസ് ആഡ് സെറ്റ് എന്നുള്ള വേർഡും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ ക്യാമ്പയിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അവയർനെസ് ക്യാമ്പയിൻ 6-ാം തീയതി ക്രിയേറ്റ് ചെയ്ത ആഡ് സെറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ നമുക്കുണ്ട് പെർഫോമൻസ് ഗോള്. നമുക്ക് അവയർനെസ് ക്യാമ്പയിൻ ആണ് നമ്മൾ കൊടുത്തത്, അതിന്റെ പെർഫോമൻസ് ഗോള് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അതായത് പെർഫോമൻസ് ഗോളിൽ നമുക്ക് വരുന്നത് ഇവിടെ എന്റെ അടുത്തൊരു ക്രിയേറ്റ് ടെമ്പിൾ കാണിക്കണല്ലോ, ക്രിയേറ്റ് ടെമ്പിൾസ്. ക്രിയേറ്റ് ടെമ്പിൾ എന്താ വെച്ചാല് നമ്മളിപ്പോ ഇപ്പൊ ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഈ ഒരു ക്യാമ്പയിന് ഒരു ഓട്ടോമാറ്റിക് ഒരു നോർമൽ ടെംപ്ലേറ്റ് ആണ്. ഇത് നമുക്ക് വേറെ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസൈൻ ചെയ്യാൻ വേറെ ടെംപ്ലേറ്റ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെറ്റ് ആക്കിയ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ ആദ്യം ഈ സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അറിഞ്ഞാലാണ് ടെംപ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ ചില ഞാൻ നേരത്തെ നമ്മൾ ബഡ്ജറ്റും ഇതൊന്നും ഓൺ ആക്കിയില്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ടത് മാത്രം എടുത്തുള്ള ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് അല്ല അത്. ഓക്കെ. അപ്പൊ ഇവിടെ പെർഫോമൻസ് ഗോൾ എന്ന് പറഞ്ഞത് ഇവിടെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് എന്തുണ്ടല്ലോ, നമ്മുടെ ഗോള് വ്യത്യസ്ത രീതിയിലുണ്ട്. ഇപ്പൊ 3 രീതിയിലാണ് അവയർനെസ് ഗോൾ വരിക. ഒന്ന് മാക്സിമൈസ് റീച്ച് ഓഫ് ആഡ്സ്, രണ്ടാമത് മാക്സിമൈസ് നമ്പർ ഓഫ് ഇംപ്രഷൻ, അടുത്തത് മാക്സിമൈസ് ആഡ് റീകോൾ ലിഫ്റ്റ്. അതായത് മാക്സിമം റീച്ച് ഓഫ് ആഡ് എന്ന് പറയുന്നത് നമ്മുടെ ആഡിനെ മാക്സിമം ആളുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യും, റീച്ച് ചെയ്യിപ്പിക്കും. റീച്ച് എന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിയെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു യൂസറെ കാണിക്കുന്നതാണ് റീച്ച് എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം ആളുകളെ കാണിക്കുക എന്നുള്ളതാണ് എന്ത്, മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് വരുന്നത്. രണ്ടാമത്തെ ടിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷൻ ആണ്. ഇംപ്രഷൻ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം കാണിച്ചു എന്നുള്ളതാണ് ഇംപ്രഷൻ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് പ്രാവശ്യം കാണിക്കുക എന്നാണ്. അത് ചിലപ്പോ ഒരാൾതിൽ തന്നെ വരാം, രണ്ടാൾതിൽ വരാം, എത്ര ആൾതിലും വരാം. ഇവിടെ ഗോള് എന്നത് മാക്സിമം ആള് കാണിക്കുക എന്നുള്ളതാണ്. റീച്ച് ആണെങ്കിൽ മാക്സിമം ആളുകളെ കാണിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ ഇംപ്രഷന്റെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നൊക്കെ ഇംപ്രഷനിൽ പെടും.
ജസ്റ്റ് നമ്മൾ നോക്കാതെ സ്ക്രോൾ ചെയ്ത് പോയാൽ അതൊക്കെ ഇംപ്രഷൻ ആയിട്ട് പരിഗണിക്കാം. അപ്പൊ 1000 ഇംപ്രഷനാണ്. ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് 1000 പ്രാവശ്യം നമ്മൾ ഇംപ്രഷൻ കൊടുക്കുന്നതിനാണ് ഇവിടെ ക്യാമ്പയിന്റെ കേസിൽ ഒരു ഇംപ്രഷൻ ആയിട്ട് പരിഗണിക്കുള്ളൂ. അപ്പൊ മനസ്സിലായില്ല, ഇംപ്രഷനും റീച്ചും. പിന്നെ വരുന്നത് മാക്സിമൈസ് ആഡ് റീകോൾ ലിഫ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരാളെ തന്നെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ട് അവരുടെ ആ ബ്രാൻഡിനെ എന്ത് ചെയ്യുക, പിടിപ്പിക്കുക. അപ്പൊ ആ ഒരാൾ കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം റീകോൾ ലിഫ്റ്റ് എന്നുള്ളത് ക്യാമ്പയിൻ ഓടുക. അതായത് റീച്ച് കുറയോ? റൈറ്റ് കുറയില്ല, റൈറ്റിന് മാറ്റം കാര്യങ്ങളൊന്നും പക്ഷെ അല്ല, റൈറ്റ് അല്ല, റീച്ച് കുറയോ? റീച്ച് കുറയും. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ ഗോള് വെച്ചത് എന്താ വെച്ചാല് മാക്സിമം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയപ്പോ 1600 മുതൽ മാക്സിമം ആഡ് റീകാൾ ലിഫ്റ്റ് കൊടുത്തപ്പോ 1600 മുതൽ 4800 വരെ ആളുകൾക്ക് കാണിക്കുന്ന പറഞ്ഞത്. ഇംപ്രഷൻ ആക്കിയപ്പോ എന്ത് ചെയ്തു, മാറി. 5800 മുതൽ 17000 വരെ ആളുകൾക്ക് കാണിക്കും. നേരെ ഇനി റീച്ച് കൊടുത്തു കഴിഞ്ഞാല് 17 മുതൽ 50000 വരെ ആൾക്കാർക്ക് കാണും. അപ്പൊ ഇതിന്റെ മാറ്റങ്ങൾ മനസ്സിലായോ? റീച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. അവിടെ 17000 മുതൽ 50000 ആളുകൾ, ആവറേജ് എന്തായാലും 30000 ആളുകൾക്ക് എന്തായാലും കാണിക്കും റീച്ച് കൊടുത്തു കഴിഞ്ഞാൽ. ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഒരുപാട് വെറും 5000 മുതൽ ഏകദേശം 6000 മുതൽ 17000 വരെ ഏകദേശം ഒരു 10000 ആൾക്കാർക്ക് കാണിക്കുള്ളൂ. അവിടെ ഒരു 30000 കാണിക്കുമ്പോ ഇവിടെ ഒരു 10000 ആൾക്കാർക്ക് കാണിക്കുള്ളൂ. പക്ഷെ ഈ 10000 ആൾക്കാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന, ചില ആൾക്കാർക്ക് കുറെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടാവും, ചില ആളുകൾക്ക് കുറച്ച് റിപ്പീറ്റ് ചെയ്ത് പല ആളുകൾക്കും പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ റീകാൾ ലിഫ്റ്റ് ആണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് കാണിക്കുള്ളൂ. ആവറേജ് ഇപ്പം 2000, ഒരു 3000 ആൾക്കാർക്ക് ആകെ കാണിക്കുള്ളൂ. പക്ഷെ ആ 3000 ആൾക്കാർ എന്തായിക്കണം അറിയാം, നമ്മുടെ ബ്രാൻഡിനെ നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം കൂടെ നമ്മുടെ ആഡ് കണ്ടുണ്ടാവും. ആ ഡിഫറൻസ് മനസ്സിലായോ? നമ്മൾ ചെറിയ ഏരിയയിലൊക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ശരിക്കും റീകോൾ ലിഫ്റ്റ് ആണ്. അപ്പൊ റീകോൾ ലിഫ്റ്റ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ഗോള് സെറ്റ് ചെയ്യാന്നുള്ളൂ. നമുക്ക് ഏത് ഗോളും ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാം. ഒരു ഫസ്റ്റ് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ ഒന്ന് റീച്ച് ആക്കാൻ നന്നാവും, എല്ലായിടത്തും എത്തണല്ലോ. ഫസ്റ്റ് ചെയ്താലും നമ്മൾ നിലവിലുള്ള ബ്രാൻഡ് ആണെങ്കിലും ബ്രാൻഡിങ് ഇമ്പോർട്ടന്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രാൻഡിങ് ആണ്. പല ആളുകളും ഈ ബ്രാൻഡിങ് ഒന്നും ചെയ്യൂല, ബ്രാൻഡിങ് ചെയ്യാൻ ബില്ലിങ്ങും ആവൂല. കാരണം ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എൻക്വയറി വന്നോളന്നൊന്നുമില്ല. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം ആളുകളെ നമ്മളെ ബ്രാൻഡിനെ കാണിക്കാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കൊണ്ടോട്ടിയിലുള്ള ഒരു സ്ഥാപനം, കൊണ്ടോട്ടിയില് ഒരു സൂപ്പർ മാർക്കറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം വരികയാണ്, ഒരു ഷോപ്പ് വരികയാണ്. അപ്പൊ അവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് കൊണ്ടോട്ടിയുടെ ഒരു 5 അല്ലെങ്കിൽ ഒരു 7 അല്ല, കിലോമീറ്റർ. നമ്മളിപ്പോ ഈ 4 ആളെ പരിപാടിയിൽ ഏതെങ്കിലും ഒരു പരിപാടിനെ കുറിച്ച് പറഞ്ഞോളൂ. എന്നാ ഒന്നും കൂടി നമുക്ക് അതിനെ ഒന്നുകൂടി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. മറ്റേ വേറെ ഉള്ള പരിപാടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അയക്ക് പോകും മൈൻഡ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഷോപ്പില്ലേ കൊണ്ടോട്ടിയില്, റീറ്റെയിൽ അല്ലേ? ഇന്ത്യ പറയാറല്ലോ ഞാൻ പറഞ്ഞേ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ റീറ്റെയിൽ അല്ല, നമ്മൾ ഹോൾസെയിലാ ചെയ്യണേ. ഹോൾസെയിലാ. ഇപ്പൊ റീറ്റെയിൽ ആണെങ്കിൽ ഒന്നുകൂടി ഞാൻ സുഖമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ അൻവർ ഖാൻ ട്രാവൽസ് അവിടെ കോഴിക്കോടല്ലേ? അപ്പൊ അൻവർ ഖാന്റെ ട്രാവൽസ് ബേസ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു കോഴിക്കോട് അല്ലെ, കോഴിക്കോടുള്ള മലബാർ ഒരു റീജിയൻ ആയിരിക്കും അല്ലെ അൻവർ ഖാൻ? കോഴിക്കോട് മാത്രല്ല, നമ്മൾ എവിടുത്തെ ആൾക്കാരെ കൊടുക്കും എന്നതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വരുന്ന എൻക്വയറീസിന് ഒരു ലൊക്കേഷൻ മലപ്പുറം കോഴിക്കോട്. അപ്പോ ഇപ്പൊ നിങ്ങൾ ബ്രാൻഡിങ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ രീതി എന്ന് പറഞ്ഞാല് നമ്മൾ മാർക്കറ്റിംഗ് തന്ത്രാട്ടോ. അതായത് ഇതിന്റെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ബിസിനസ്സിക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞത് ഇപ്പൊ മലപ്പുറം കോഴിക്കോട്, അപ്പൊ 2 ഡിസ്ട്രിക്റ്റാണ്. ഈ 2 ഡിസ്ട്രിക്റ്റിലും എത്ര ഓഡിയൻസ്, ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ഉണ്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 2 രീതിയുണ്ട്. ടാർഗറ്റ് ചെയ്യാത്ത ഓഡിയൻസിനെ നമുക്ക് കണക്കാക്കണം, ടാർഗറ്റ് ചെയ്ത ഓഡിയൻസിനെയും കണക്കാക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ
ഈ എന്താ വിദേശത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ടൂറ് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ടൂറ് പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് എയർ ട്രാവലിങ്ങും അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന സർവീസുകൾ ഡിപ്പെൻഡ് ചെയ്ത് ആവശ്യക്കാരായ ആളുകൾ ചുരുക്കി പറഞ്ഞ അവരെ ഒരു കൗണ്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൗണ്ട് എടുക്കുക. അപ്പൊ അത് ഒരു മലപ്പുറം കോഴിക്കോടും കൂടെ ഒരു 10 ലക്ഷം ആണെന്ന് വെക്കുക. ഒരു എക്സാമ്പിൾ പറയാട്ടോ, ഒരു 10 ലക്ഷം ഓഡിയൻസ് ആണ് ടോട്ടൽ ഉള്ളതെന്ന് വെക്കുക. ഈ 10 ലക്ഷം ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം, അവർ നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആണ്. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആഡ് കാണിക്കണം. അവിടെ ഒരു പ്രാവശ്യം ഒരാളൊരു ആഡ് കണ്ടാലൊന്നും അവരെ മൈൻഡിക്ക് ബ്രാൻഡ് ആവില്ല. നമ്മൾ ഒരു ദിവസം എത്രയോ ആഡ് കാണുന്നുണ്ട്. അപ്പോ ഒന്നുകിൽ നമുക്ക് ഇവിടെ ബ്രാൻഡ് അവയർനെസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ആഡ് റീകാൾ ലിഫ്റ്റ് ഇടുക. ആഡ് റീകാൾ ലിഫ്റ്റ് ഇട്ടിട്ട് നമ്മൾ പറഞ്ഞ ഏരിയ സെലക്ട് ചെയ്യുക. അപ്പോ ചിലപ്പോ നമുക്കിവിടെ ആവശ്യം 10 ലക്ഷമാണ്, നമുക്ക് അവിടെ കാണിക്കാൻ പറ്റുന്നത് ഇതുപോലെ എന്താ 10 ലക്ഷം ഓഡിയൻസിന് നമുക്ക് എമൗണ്ട് കൂടുതൽ നമ്മൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അപ്പൊ ഈ 10 ലക്ഷം ആളുകളെ ഒരു 10 പ്രാവശ്യമെങ്കിലും കാണിക്കണമെങ്കിൽ 1 കോടി റീച്ച് നമുക്ക് കൊടുക്കണം. 1 കോടി റീച്ച്. ഈ 1 കോടി റീച്ച് ഒറ്റയടിക്ക് നമ്മൾ കൊടുക്കാതെ ഒരു 3 മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഒക്കെ കാലപരിധി വെച്ചിട്ട് 3 മാസമാണെങ്കിൽ ഏകദേശം എത്രയായി, 90 ദിവസമായി. അപ്പൊ ആ 10 ലക്ഷത്തിനെ 90 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് ഒരു ദിവസം നമുക്ക് കൊടുക്കാനുള്ള റീച്ച് എന്ന് പറഞ്ഞാല്. ആ ഒരു റീച്ച് ബേസ് ചെയ്തിട്ട് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്യാം. അത് അങ്ങനെ നമുക്ക് അവരെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 3 മാസം കൊണ്ട് ഓരോരുത്തരും മിനിമം ഒരു 10-ൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ ആഡ് റിപ്പീറ്റ് ചെയ്ത് കാണും. അത് നമുക്ക് ഇവിടെ ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം ഒരാൾ കാണണം, എത്ര ദിവസത്തിനുള്ളിൽ കാണണം എന്നൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആളുകളുടെ അടുത്ത് നമ്മുടെ ബ്രാൻഡിനെ, നമ്മുടെ ബിസിനസിനെ ബ്രാൻഡ് ആക്കാൻ പറ്റും. ഇപ്പൊ കിട്ടിയോ അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്? അപ്പൊ ഇത് സാധാരണഗതിയിൽ ആരും ഇതിന് തയ്യാറായിക്കൊള്ളുന്നില്ല. ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ഫണൽ മാർക്കറ്റിംഗ് സിസ്റ്റം. ഫസ്റ്റ് സ്റ്റെപ്പ് ആളുകളെ കംപ്ലീറ്റ് അറിയിക്കുക. ഇങ്ങനെ വരുമ്പോഴോ ഇതിന്റെ അടിയിൽ സ്പോൺസേഡ് കാണിക്കുമോ? സ്പോൺസേഡ് കാണിക്കും. ക്യാമ്പയിൻ ഏത് ചെയ്താലും സ്പോൺസേഡ് കാണിക്കും. ക്യാമ്പയിനും സ്പോൺസേഡ് കാണിക്കുമോ? ക്യാമ്പയിനെ സ്പോൺസേഡ് കാണിക്കാം, മറ്റേ ബൂസ്റ്റ് ചെയ്താലൊക്കെ കാണിക്കും. പെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും സ്പോൺസേഡ് കാണിക്കും. ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ പോസ്റ്റ് ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സേവ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എൻഗേജ് ചെയ്ത ആളുകൾ ഉണ്ടാവും. ഈ ആളുകളെ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ നെക്സ്റ്റ് ലെവല് കൺവേർഷൻ ക്യാമ്പയിനോ അല്ലെങ്കിൽ ലീഡ് ക്യാമ്പയിനോ ഒക്കെ ആക്കി കൊണ്ടുവരിക. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമുക്ക് ഏതാണ്, റീകോൾ ലിഫ്റ്റ് ആണോ, റീച്ച് ആണോ, അത് മാക്സിമം ഇംപ്രഷൻ ആണോ, ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുക്കാം. പിന്നെ റീച്ച് ഒരു ഡൗട്ട്, അതെ, ഈ റീച്ചും ഇംപ്രഷനും പറഞ്ഞല്ലോ. റീച്ച് കൂടുതൽ ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റ് ഡെയിലി റിസൾട്ട് നിങ്ങൾ 50,000 വരെ കാണിക്കുന്നു പറഞ്ഞു. അതെ, അത് ഒരു വൺ ടൈം നമ്മളതിൽ എന്തെങ്കിലും ഒരു സാധനം, അത് ഇപ്പൊ നമ്മളിപ്പോ റീൽസ് കാണുകയാണെങ്കിൽ ആ റീൽസ് ഇങ്ങനെ കണ്ടു പോകുമ്പോഴുള്ള ജസ്റ്റ് ഇതാണോ, അതോ അതിന്മേൽ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുമ്പോഴാണോ അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങുക? ജസ്റ്റ് ഷോ ചെയ്താൽ മതി. റീച്ചിന്റെ കേസിൽ ജസ്റ്റ് ഷോ ചെയ്താൽ മതി. ഇംപ്രഷന്റെ കേസിലാണെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്താൽ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് കാണാം. വീഡിയോ ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 കണ്ടീഷനാണ്. ഒന്ന് ത്രൂ പ്ലേ വ്യൂ, മാക്സിമം ത്രൂ പ്ലേ. അതായത് ഇവിടെ നമുക്ക് 15 സെക്കൻഡിന്റെ വീഡിയോ ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഉപയോഗിക്കാൻ പറ്റുക. 15 സെക്കൻഡ് ഈ ത്രൂ പ്ലേ ചെയ്യണമെങ്കിൽ, ത്രൂ പ്ലേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ 15 സെക്കൻഡിന്റെ താഴെയുള്ള വീഡിയോ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മിനിമം ലോഡ് ചെയ്യാൻ പറ്റുക, കൊടുക്കാൻ പറ്റുക. മറ്റൊന്നത് മാക്സിമം 2 സെക്കൻഡ് കണ്ടിന്യൂസ് വീഡിയോ വ്യൂ. ഇതിൽ നമുക്ക് ഈ വീഡിയോ, ഈ ആഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ആഡ് എവിടെ വരിക വെച്ചാൽ നമ്മൾ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ടും വരും. അതുപോലെ നിലവിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മൾ ആഡ് ആയിട്ട് വരുമല്ലോ, സ്കിപ്പ് ചെയ്യുന്ന ടൈപ്പില്, ആ രീതിയിലും വരും. അപ്പൊ ഇതിൽ ഒന്ന് നമുക്ക് ഈ 2 സെക്കൻഡ് എന്ത് ചെയ്യും, വീഡിയോ പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. മറ്റേത് 15 സെക്കൻഡുള്ള വീഡിയോ ആണ്. അത് ഫുൾ എന്ത് ചെയ്യാം, 15 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് കാണേണ്ടി വരും. നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ, അതേ രൂപത്തിൽ തന്നെ ഫേസ്ബുക്കിന്റെ വീഡിയോയിലുള്ള 2 ഓപ്ഷൻ.
അപ്പൊ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാതെ എന്താ അവയർനെസ്സിലാണെങ്കിൽ ഈ മൂന്ന് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ റീച്ച് കൊടുത്തു. അടുത്തത് പേജ് ആണ്. അപ്പൊ പേജ് ഇപ്പൊ നമ്മുടെ ബിസിനസ് ഏതാണ്, ഇപ്പൊ ഞങ്ങളുടെ ഷാ ഡിജിറ്റൽ കൊടുത്തുകൊണ്ട് തന്നെ ഷാ ഡിജിറ്റലിന്റെ പേജിനെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് വേണ്ടി വരും. അപ്പൊ ഫേസ്ബുക്ക് ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ എന്തായാലും ഫേസ്ബുക്ക് പേജ് വേണ്ട. ഒരു ഫേസ്ബുക്ക് പേജ് വെച്ചിട്ടാണ് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പൊ ഞാനിവിടെ ഷാ ഡിജിറ്റൽ എന്നുള്ള പേജ് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ അടുത്ത ഓപ്ഷൻ ബിഡ് കൺട്രോൾ ആണ്. ബിഡ് കൺട്രോൾ എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാം, ബിഡ് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് റീച്ച് ആണ്. അപ്പൊ നമുക്ക് റീച്ചില് 1000 ഇംപ്രഷന് ഇത്ര രൂപ കൊടുക്കാം എന്നുള്ളത് എനിക്ക് ബിഡ് ചെയ്യാൻ പറ്റും. ബിഡ് നമ്മൾ ലേലം വിളിക്കൂലേ. അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര ബഡ്ജറ്റിന് ഞാൻ എന്ത് ചെയ്യും, 1000 ഇംപ്രഷന് ഇത്ര രൂപ കൊടുക്കാം, അല്ലെങ്കിൽ 1 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ 10 രൂപ കൊടുക്കാം എന്ന് എനിക്ക് എന്ത് ചെയ്യാം, ബിഡ് ചെയ്യാൻ പറ്റും. ഉം. ഇപ്പൊ 1000 ഇംപ്രഷന് 1 രൂപ കൊടുക്കാന്ന് ഞാൻ കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, റീച്ചിന്റെ കണക്ക് നോക്കിയാൽ നമുക്ക് അതിനെ മാറ്റം അറിയാൻ പറ്റും. 227 മില്യൺ മുതൽ 437 മില്യൺക്ക് മാറി. അത്ര ആൾക്കാർ എത്തുന്നതാണോ? ഇത്ര ആളുകളെ അടുത്തേക്ക് എന്ത് ചെയ്യും, ഇത് മിനിമം മുതൽ മാക്സിമം വരെ. അപ്പൊ ഇതിന്റെ ഒരു സെന്റർ പോയിന്റ് ഒക്കെ ആവറേജ് വരിക. അപ്പൊ ഒരു 300 സംതിങ് ആളുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യും, റീച്ച് കയറും. 300 സംതിങ് മില്യൺ ഉണ്ടാവും. 300 മില്യൺ എന്തായാലും എന്ത് ചെയ്യും, റീച്ച് കയറും. 1 രൂപ 1000 ഇംപ്രഷൻ നമ്മൾ കൊടുക്കാൻ തയ്യാറായാലേ, ഇത് ലേലം വിളി രൂപത്തിലാണ്. ഇത് നമുക്ക് ഇനി 0.50 പൈസ ആക്കുക. അപ്പോ ഉള്ള മാറ്റം കാണാൻ പറ്റും. അതുപോലെ രണ്ടാക്കുകയാണെങ്കിൽ ഇതിലൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു സംഭവം ഓപ്ഷനിലാണ്. ഇത് കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ, ഇതിപ്പോ ഇതിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. കാരണം ഇത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ റേറ്റ് അറിയണം. മാർക്കറ്റ് റേറ്റ് അറിയാതെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പൈസ പോകും. ലേലം വിളിക്കണമെങ്കിലേ ആ വസ്തുവിന്റെ പൊതുവില നമുക്ക് അറിയണമല്ലോ. വില അറിയാതെ ഇപ്പൊ നമ്മുടെ സാധനത്തിന് ലേലം വിളിച്ചാൽ എന്താ ഉണ്ടാവുക, അത് പെരും നഷ്ടത്തിൽ നമ്മൾ മുഖത്ത് കൊടുക്കും. അപ്പൊ ഇത് എവിടെ കൊടുക്കല് വെച്ചാലേ, ഇപ്പൊ നിങ്ങളിപ്പോ കോഴിക്കോട് ബേസ് ചെയ്ത് ട്രാവൽസ് ഏജൻസിന്റെ ക്യാമ്പയിൻ ഓടിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വേറെ കമ്പനികളും എന്ത് ഉണ്ടാവും, ക്യാമ്പയിൻസ് ഓടിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് കണക്കും കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ടും നമുക്ക് റിസൾട്ട് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ വേറെ ടീം ക്യാമ്പയിൻ നല്ല രീതിയിൽ ഓട്ടുന്നുണ്ട്. അപ്പൊ അവർക്കായിരിക്കും കൂടുതൽ റീച്ച് കിട്ടുക. അപ്പൊ അവർ കൊടുക്കുന്ന എമൗണ്ടിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുക, ആവറേജ് ബിഡ്, ഓട്ടോമാറ്റിക് ബിഡ് റേറ്റ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അത് എത്ര രൂപയാണ് നമുക്ക് ഒരു കോസ്റ്റ് വന്നിട്ടുള്ളത്, ഒരു 10,000 ഇംപ്രഷൻ എന്ന് നമുക്ക് അനലിറ്റിക്കിൽ കാണാം. അത് ബേസ് ചെയ്ത് നമുക്ക് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, മറ്റാളെക്കാളും കൂടുതൽ ആഡ് പെർഫോം ചെയ്യാൻ നമ്മളതായിരിക്കും. സംഭവം മനസ്സിലായോ? വേറെ കോമ്പറ്റീഷൻ വരുമ്പോ അവരുടെക്കാളും പെർഫോമൻസ് കൂട്ടാനും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫണ്ട് കൂടുതൽ പോകുന്നത് റെഡ്യൂസ് ചെയ്യാനൊക്കെയാണ് ഇത് ഉപയോഗപ്പെടുത്തുക. ഇത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം, ഓരോ 1000 ഇംപ്രഷന് ഇന്ന ടൈപ്പ് ഓഫ് ആഡിന് ഇന്ന ലൊക്കാലിറ്റിയിൽ എത്ര എമൗണ്ട് നമുക്ക് സ്പെൻഡ് ആവുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വ്യക്തമായിട്ട് വേണം. അതില്ലാതെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഫണ്ട് പോകും. ഓക്കെ, അത് ഓപ്ഷനിലാണ്, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ അത് കൊടുക്കുക. പിന്നെ വരുന്നത് ഫ്രീക്വൻസി ഗ്യാപ്പ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഫ്രീക്വൻസി ഗ്യാപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റീച്ച് ക്യാമ്പയിനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ റീച്ച് ക്യാമ്പയിന് നമുക്കൊരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. അതായത് ഇതിപ്പോ ഒരു ദിവസം, ഇതിപ്പോ എത്ര ദിവസത്തിനുള്ളിൽ എത്ര ഇംപ്രഷൻ കൊടുക്കണം എന്നാണ്. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകൊണ്ടൊക്കെ ഇംപ്രഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഒരു 10 ഇംപ്രഷൻ വെച്ചിട്ട് ഒരു ദിവസം വെച്ച് നമ്മളതിന് മുകളിൽ റീച്ച് ആണല്ലോ കൊടുത്തത്. റീച്ചാണ് കൊടുത്തത്. റീച്ചിലും എന്തുണ്ട്, റീച്ച് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കാണുന്നതിന് റീച്ച് എന്ന് പറയാം. പക്ഷെ അവിടെ നമുക്ക് ഇംപ്രഷൻ കൊടുക്കാൻ പറ്റും. ഇംപ്രഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ആൾക്കാർ കാണുന്ന ആസ് എ പാർട്ട് ഓഫ് അവർ എഫേർട്ട് റെഗുലർലി അപ്ഡേറ്റ് യുവർ സിസ്റ്റം പ്രോസസ് ആണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫ്രീക്വൻസി ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ കൊടുത്തത് റീച്ച് ആണ്, നമ്മളെ ഗോൾ വെച്ചിട്ടുള്ളത് റീച്ച് ആണ്. അവിടെ ഗോൾ എന്നുള്ളതാണ് നമ്മളെ ഒബ്ജക്റ്റ്. ഇനി എന്താ ഇംപ്രഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഓപ്ഷൻസ് വരും.
അതിൽ ഇംപ്രഷനിൽ നമുക്ക് എന്ത് കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അവർക്ക് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇംപ്രഷൻ ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക് ഫേസ്ബുക്കാണ് തീരുമാനിക്കുക. നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് റീച്ച് ആണെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും എത്ര പ്രാവശ്യം ഇംപ്രഷൻ കൊടുക്കണം എന്നുള്ളത്. കാരണം ഇവിടെ 17,000 മുതൽ 50,000 വരെ റീച്ചാണ് ടോട്ടൽ ഉള്ളത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇംപ്രഷൻ പരിഗണിച്ചിട്ട് ഒരു ദിവസം 10 വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ദിവസമോ 2 ദിവസമൊക്കെ വെച്ചിട്ട് 10 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി ഗ്യാപ്പ് സെറ്റ് ചെയ്യാം. ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര പ്രാവശ്യം കാണിക്കുക എന്നുള്ളത്. ഇതിപ്പോ ഒരു ദിവസം ഉള്ളത് നമുക്ക് 30 ദിവസത്തിനുള്ളിൽ ആക്കുക, എത്രയാക്കാം കേട്ടോ, അത് കൊടുക്കാം. ഓൾറെഡി നമ്മളിവിടെ വെൻ യു ആർ ചേഞ്ച് ഇംപ്രഷൻ സ്റ്റാൻഡേർഡ്, അത് കഴിഞ്ഞ് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ഡൈനാമിക് ക്രിയേറ്റീവ് ആണ്. ഡൈനാമിക് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ഈ ക്യാമ്പയിന് ഡൈനാമിക് ക്രിയേറ്റീവ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് വെച്ചാൽ നമുക്കുള്ള ഇതിന്റെ ഹെഡ്ലൈന്, ഇമേജ്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന വീഡിയോ ആണെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് ജനറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആഡ് ഓടിക്കോളും. അപ്പൊ ഇത് എപ്പോഴും ഓൺ ആക്കിയിട്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാല് നമ്മുടെ ആഡ് എന്ത് ചെയ്യുന്ന അറിയാം, ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്ന് ഓട്ടോമാറ്റിക് നമ്മൾ എടുത്ത ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ആ ഇമേജ് ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിനെ ഓട്ടോമാറ്റിക് പല ഡിസൈനൊക്കെ ആയിട്ട് ഒരു ആനിമേഷൻ ടൈപ്പ് ഒക്കെ ആയിട്ട് നമ്മളെ ആഡ്സ് പല സ്ഥലത്തും അതിന് പറ്റിയ സ്ഥലത്ത് കാണിച്ചോളും. അപ്പൊ അതിന് വന്നൊരു ഓപ്ഷനാണ് എന്ത്, ഡൈനാമിക് ക്രിയേറ്റീവ്. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുത്തത് അതേ രീതിക്ക് ഓടുള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയോ ഒക്കെ കൊടുക്കാം, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടിട്ട് ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് അടിപൊളിയാക്കി കൊടുക്കും നമ്മൾ ആഡ്. അപ്പൊ അതിന്റെ ഓപ്ഷനാണ്. അപ്പൊ നമുക്കിപ്പോ ആ ഇംപ്രഷൻ ഒരാൾക്ക് 10 പ്രാവശ്യമൊക്കെ ഒരു ദിവസം കാണിക്കണമെങ്കിലേ അത്രയും ടൈം ഒരാള് ആ മൊബൈലില് സ്പെൻഡ് ചെയ്യണം. അതെ, സ്പെൻഡ് ചെയ്യുന്നവർക്കാണ് അത് കാണിക്കുള്ളൂ. അപ്പൊ 10 പ്രാവശ്യമൊക്കെ ഒരാൾക്ക് കാണിക്കാൻ മാത്രം എല്ലാരും ഇപ്പൊ അതിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തോണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ കാണിക്കും എന്നുള്ളതാണ്. ഇത് ഒരു ദിവസം തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അതൊരു എക്സാമ്പിൾ കൊടുത്താട്ടോ. ഒരു ദിവസം ഇപ്പൊ നമ്മൾ 10 ഒന്നും കൊടുക്കൂല. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കൊടുക്കാൻ 1 വീക്കിൽ 7 ദിവസത്തിലൊക്കെയാണ് എന്ത് ചെയ്യുക, കൊടുക്കുക. ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഓരോ ദിവസം മിനിമം ഒരു ദിവസം ഓരോ പ്രാവശ്യമെങ്കിലും കാണിക്കുക എന്നുള്ള രൂപത്തിലൊക്കെയാണ് കൊടുക്കുക. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നാണ്, അങ്ങനെ കൊടുക്കണം എന്നല്ല. അത്ര തോനെ കാണിക്കാൻ കൊടുക്കുന്നത് ബുദ്ധിയല്ലാന്ന് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഇതിപ്പോ നമ്മൾ ക്യാമ്പയിനെ കുറിച്ച് പഠിക്കാണ്. മറ്റേത് നമ്മള് അനലിറ്റിക്സ് പഠിച്ചിട്ട് നമ്മളെ ഓഡിയൻസിന്റെ ബിഹേവിയറും കാര്യം പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഡിസൈഡ് ചെയ്യുക എത്ര പ്രാവശ്യം കാണിക്കണം. അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് അപ്പൊ ഡൈനാമിക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂള്. ബഡ്ജറ്റ് നമ്മൾ ഫസ്റ്റ് ക്യാമ്പയിനിൽ ഒരു ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ നിങ്ങളോട് പറഞ്ഞത് അവിടെ നമ്മൾ ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ക്യാമ്പയിന് പിന്നെ ആ ബഡ്ജറ്റ് ആവുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആഡ് സെറ്റിൽ ബഡ്ജറ്റ് ഉണ്ട്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ആഡ് സെറ്റിന് മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ബഡ്ജറ്റ് കൂടുള്ളൂ. ഇവിടെയും അതേപോലെ തന്നെ ഡെയിലി ബഡ്ജറ്റും ഉണ്ട്, ലൈഫ് ടൈം ബഡ്ജറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഡെയിലി ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഇവിടെ അതിൽ മിനിമം വരെ. ഇപ്പൊ ഡെയിലി ബഡ്ജറ്റ് മിനിമം 80 സംതിങ് ആണ്, 80 സംതിങ് 50 സംതിങ് 100 രൂപേന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. 100 പറ്റും 87 എന്തോ 87 വെച്ചുണ്ട് 70 മിനിമം 83 രൂപയും 54 പൈസയുമാണ് മിനിമം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർ ഡേ കേട്ടോ. ഒരു ദിവസം മിനിമം ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 83 രൂപയും 54 പൈസയായിട്ട് കൊടുത്താൽ മാത്രമേ ഒരു ദിവസം എന്ത് ചെയ്യുള്ളൂ, പെർ ഡേ എന്നുള്ള രൂപത്തിൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു മിനിമം ബഡ്ജറ്റ് ഇടാം. ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് ടൈം ബഡ്ജറ്റ് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡേറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ന് 6-ാം തീയതി മുതൽ ഇന്ന സമയം മുതൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 13-ാം തീയതി വരെ ഒരു 1 വീക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പയിൻ ചെയ്യാം. 1 വീക്ക് ക്യാമ്പയിൻ ചെയ്യാൻ ഇപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി വരെ 83 ×
7 ദിവസം ഒരു 600 അല്ലെങ്കിൽ 600 600 സംതിങ് ഉണ്ടാവും അല്ലേ? 650 എത്ര ദിവസമായി? ആ ഒരു എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യം വരും. പെർ ഡേ പത്ത് ദിവസം മാർച്ച് സോറി ഇതൊരു മാസം കവർ ആയിരിക്കും, അതുകൊണ്ടാണ് എമൗണ്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 83 രൂപ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക പെർ ഡേ മിനിമം കോസ്റ്റ് വരിക. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എമൗണ്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, 6-ാം തീയതി മുതൽ 13-ാം തീയതി വരെ 1 2 3 4 5 6 7 ദിവസം. അപ്പൊ ഒരു 7 ദിവസത്തെ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഞാനിവിടെ 600 രൂപ, അതിലിപ്പോ ഒരു 6 ദിവസമായിരിക്കും ക്യാമ്പയിൻ റൺ ചെയ്യാം. അപ്പൊ ഒരു 600 രൂപ പെർ ഡേ 100 രൂപ എന്നുള്ള ലെവലിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാം, ലൈഫ് ടൈം ആണെങ്കിൽ. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ ഫണ്ട് തീരുമ്പോ ആ ക്യാമ്പയിൻ അവിടെ സ്റ്റോപ്പ് ആവും. ഇത് നമുക്ക് ഡെയിലി ആണെങ്കിൽ ഡെയിലി ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാം. അത് നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെയാ വേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, ഡെയിലി ബഡ്ജറ്റ് ഇട്ട് കൊടുത്തു. എൻഡ് ഡേറ്റ് നമുക്ക് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. നമുക്ക് എപ്പോ വേണമെങ്കിലും ക്യാമ്പയിൻ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഈ മാസം ഒരു മന്ത് കംപ്ലീറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ 1 വീക്ക് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. യുവർ ചോയ്സ് ആണ്. അപ്പൊ അത് കൊടുത്തു. പിന്നെ വരുന്നത് ട്രൈ ബഡ്ജറ്റ് ഷെഡ്യൂളിങ്. ബഡ്ജറ്റ് ഷെഡ്യൂളിങ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ അപ്പുറത്തെ ബഡ്ജറ്റ് എടുത്തപ്പോൾ പറഞ്ഞു, അതായത് നമുക്ക് സമയം ഷെഡ്യൂൾ ചെയ്യുക. ഓരോ ദിവസം സ്റ്റാർട്ടിങ് ഡേറ്റും എൻഡിങ് ഡേറ്റും. ഇപ്പൊ 7-ാം തീയതി നമുക്ക് സ്റ്റാർട്ടിങ് ഡേറ്റ് എന്ന് പറഞ്ഞത് മോർണിംഗ് ഒരു 6 മണി മുതൽ എൻഡ് ചെയ്യേണ്ടത് രാത്രി ഒരു 12 PM അല്ലെങ്കിൽ ഒരു 11:50 രാത്രി അല്ലെ, 11:59 കൊടുക്കുക. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യും, രാത്രി 11 മണി വരെ. അപ്പൊ ഇങ്ങനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ 6 മുതൽ രാത്രി 11 മണി വരെ ക്യാമ്പയിന് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഓടുള്ളൂ. അതിന് ശേഷം ക്യാമ്പയിന് ഓടൂല, പിറ്റേ ദിവസം ഓടുള്ളൂ. പിന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാനും കൂടെ പറ്റുന്ന അറിയോ, ഇപ്പോ ഇപ്പോ സൺഡേ അതുപോലെ വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ നല്ല കോമ്പറ്റീഷൻ വരും. ആ ദിവസങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് ക്യാമ്പയിൻസ് കൂടും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. മെറ്റാ വിൽ എയിം ടു സ്പെൻഡ്. ഇപ്പൊ നമ്മൾ കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 83 രൂപ 54 പൈസയാണ് പെർ ഡേ. അത് വെച്ചിട്ട് നമുക്ക് ഒരു 5 റുപ്യൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ 10 റുപ്യ എന്ത് ചെയ്യുക, സ്പെഷ്യൽ ഡേയ്സിന് നമുക്ക് എന്ത് ചെയ്യുക, ഇൻക്രീസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള ഇൻക്രീസ് ഡെയിലി ബഡ്ജറ്റ് വാല്യൂ എമൗണ്ട്. അപ്പൊ ഞായർ ശനിയൊക്കെ ആണെങ്കിൽ നമുക്ക് അന്ന് കുറച്ച് എമൗണ്ട് കൂടുതൽ ചെലവായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ദിവസം ഇപ്പോ ഏതാണ് ആ ദിവസം കുറച്ച് എമൗണ്ട് കൂടുതൽ ചെലവാകും, കുഴപ്പമില്ലെങ്കിൽ അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് മനസ്സിലായല്ലോ അല്ലെ? ടൈം, ഡേറ്റ് അതുപോലെ സ്പെഷ്യൽ ഡേയ്സിന് നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അന്ന് ഇത്ര എമൗണ്ട് ഇൻക്രീസ് ചെയ്തോട്ടെ എന്നുള്ളത് രീതിയിൽ. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യുക. ഇൻക്രീസ് യുവർ ബഡ്ജറ്റ് ഡ്യൂറിങ് സ്പെസിഫിക് ടൈം. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് പിന്നെ ആഡ് ഷെഡ്യൂൾ ചെയ്യണം. അപ്പൊ ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക് കൂടെ ഷെഡ്യൂൾ ആയി, അതുകൊണ്ട് പിന്നെ ഇതിന്റെ ഓപ്ഷൻസ് പിന്നെ ആവശ്യമില്ല. പിന്നെ വരുന്ന കാറ്റഗറിയാണ് ഓഡിയൻസ് ആണ്. ഓഡിയൻസ് കൺട്രോൾസ്. ഓഡിയൻസ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വൺ ലൊക്കേഷൻ. അപ്പൊ നമുക്ക് നമ്മളെ ക്യാമ്പയിന് എവിടെയാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് കോഴിക്കോട് വന്നു. അപ്പൊ കാലിക്കറ്റ് സിറ്റിയാണ്. അപ്പൊ ഏകദേശം ഇവിടെ ഒരു 17 മുതൽ 80 കിലോമീറ്റർ വരെ റേഡിയസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, ഇവിടെ കറണ്ട് സിറ്റിന്ന് കൊടുത്ത ആ കോഴിക്കോട് ടൗണ് മാത്രം ആ 2-3 കിലോമീറ്ററിന്റെ ഉള്ളിൽ പരിധിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ആഡ് കാണിക്കുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കാലിക്കറ്റ് എന്നുള്ളത് ടാർഗറ്റ് ചെയ്യുക. അങ്ങനല്ല, കാലിക്കറ്റ്
ജംഗ്ഷൻ കാലിക്കറ്റ്. ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 1 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ കൊടുക്കും. അതിൽ എത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു 10 കിലോമീറ്റർ, അപ്പൊ കോഴിക്കോടിന്റെ ഒരു 10 കിലോമീറ്റർ റേഡിയസ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഏത് ഏരിയ നമുക്ക് വേണ്ട ഏരിയ എന്ത് ചെയ്യാം. അപ്പൊ വട്ടക്കിണർ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ സ്ഥാപനമോ നമ്മുടെ ബിസിനസ് ഏരിയ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പോയിട്ട് ഇവിടെ ഉണ്ടാവും ഡ്രൂപ്പ് പിന്ന് എന്നുള്ള സംഭവം, ഇതിന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് നമ്മുടെ സ്ഥാപനം ഏതാണ് അപ്പോ അവിടെ പോയിട്ട് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ എത്ര കിലോമീറ്റർ റേഡിയസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ സിറ്റി ബേസ് ചെയ്തിട്ട് അഡ്രസ്സ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിൻ ഉപയോഗിച്ചിട്ട് പിൻ ചെയ്തിട്ട് നമുക്ക് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ ആഡ് ബൾക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കുക ലൊക്കേഷൻ ടൈപ്പ്. ഇപ്പൊ നമ്മൾ കൺട്രി ബേസ് ചെയ്തിട്ട് റീജിയൻ ബേസ് ചെയ്തിട്ട് അവിടെ ഡിസൈൻ, മാർക്ക് അസറ്റ്, സിറ്റീസ്, പോസ്റ്റ് കോഡ്, അഡ്രസ്സ് ഇങ്ങനെയൊക്കെ വെച്ചപ്പോ നമുക്ക് ഗൂഗിളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ലിസ്റ്റ് ചെയ്ത ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു സ്ഥാപനത്തിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ കൊടുക്കുക, പോസ്റ്റ് കോഡ് കൊടുക്കുക. പോസ്റ്റ് കോഡൊക്കെ എന്നാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഏത് പോസ്റ്റ് കോഡ് സെലക്ട് ചെയ്യുക, കൺട്രി എന്ത് ചെയ്യുക, നമ്മളത് ഇന്ത്യ കൺട്രി സെലക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ 676504 എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു പോസ്റ്റ് കോഡാട്ടോ. അപ്പൊ അത് കൊടുത്തു, ഓട്ടോമാറ്റിക് മലപ്പുറം കേരള ഇന്ത്യ ഇവിടെ വന്നു. അവിടെ വന്നതിന്റെ ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുത്ത ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും. ഇതിന്റെ പഞ്ചായത്താണ് ഇട്ടത്, കോഡൂർ, മലപ്പുറം കോഡൂർ പഞ്ചായത്താണ്. ഞങ്ങളെ പഞ്ചായത്ത് മാത്രം കണ്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ 1 കിലോമീറ്റർ 1 കിലോമീറ്റർ പരിധിയോ 2 കിലോമീറ്റർ പരിധിയോ 3 കിലോമീറ്റർ പരിധി അങ്ങനെ എത്ര പരിധി വെച്ചിട്ടും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് എവിടെ ടാർഗറ്റ് ചെയ്യണം എന്നത്. അത് ഇനി ഓൾ കേരള നമുക്ക് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, കേരള എന്ന് കൊടുക്കുക. അപ്പൊ ഓൾ കേരള എന്ത് ചെയ്യും, മൊത്തത്തിൽ കേരള കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്യും. കേരള സ്റ്റേറ്റ് കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്തു. ഇനി ഇന്ത്യ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു, ഓൾ ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യ എന്നുള്ള ലെവലിൽ ഇന്ത്യ കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് UAE ഉള്ള ഒരു സ്ഥലം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഫുജൈറ സ്പെല്ലിംഗ് സൗണ്ട് പോയതോ അതോ സൗണ്ട് പോയത് ആ, സെർച്ച് അതെ. ചെയ്യും. അപ്പൊ നോക്കാം. ലൊക്കേഷൻ കസ്റ്റം. ഇപ്പൊ ഇത് UAE ആണ്. ഇതിലിപ്പോ നമുക്ക് ഏത് ഏരിയ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതുപോലെ കൊടുക്കുക, ദുബായ് എന്ന് കൊടുക്കുക. സെർച്ച് ചെയ്തപ്പോ വന്നില്ല, അതപ്പോ ഞാൻ അങ്ങനെ നോക്കിയത്. ഷാർജ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സൂം ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട ഏത് അൽഖാദിയ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് നമുക്ക് ഏത് ഏരിയ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അജ്ബൽ, ഖാലിദ് പോർട്ട്, ഷാർജ
ഇങ്ങനെ നമുക്ക് വേണ്ട കറക്റ്റ് ഇതിന്റെ അവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നമുക്ക് പിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ കണ്ടോ, ഈ ഒരു ഏരിയ മാത്രം 16 കിലോമീറ്റർ ചുറ്റളവാണ്. ഇത് നമുക്ക് ഇനി ഇപ്പൊ അവിടെ നമ്മൾ സ്ഥാപനമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സ്ഥാപനത്തിന് മുകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് അതിന്റെ 1 കിലോമീറ്റർ പരിധി മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യാം, ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാം, സോറി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേൾഡിലെ എവിടെയും, ഇപ്പൊ അമേരിക്കയിലോ UK കാനഡ ഏത് കൺട്രീസിലും ഏത് ദ്വീപോ എവിടെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൊക്കേഷൻ ബേസ് ചെയ്ത് ഡിജിറ്റലായിട്ട് ഓൺലൈനിൽ എവിടെ ഇരുന്നിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അത് എത്ര കിലോമീറ്റർ പരിധിയിലാണെങ്കിലും അവിടുത്തെ പോസ്റ്റോ അഡ്രസ്സോ ബേസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ എന്ത് ചെയ്തു? മലപ്പുറം മലപ്പുറം കൊടുത്തു. മലപ്പുറം 40 കിലോമീറ്റർ, ഏകദേശം കോഴിക്കോടും പോയിട്ടുണ്ടാവും. കാലിക്കറ്റ്, മലപ്പുറം കാലിക്കറ്റും ഒരു 40 30 കിലോമീറ്റർ ഒക്കെ മതിയാവും. മലപ്പുറം ഒരു 30 കിലോമീറ്റർ ഒതുങ്ങി. അതുപോലെ തന്നെ കോഴിക്കോടും ഒരു 30 കിലോമീറ്റർ. മലപ്പുറം കോഴിക്കോട് കംപ്ലീറ്റ് ആയാലും ഇപ്പൊ വയനാടൊക്കെ കയറിയിട്ടുണ്ടാവും ഇപ്പൊ ഏകദേശം റേഡിയസ് ബേസ് ചെയ്തിട്ടാവുമ്പോഴേ. ഇപ്പൊ നമ്മൾ ലൊക്കേഷൻ കൊടുത്തു. ഇവിടെ ഞാൻ ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട്, ഇതൊക്കെ ഇൻക്ലൂഡ് ആട്ടോ. ഇനിയിപ്പോ നമുക്ക് ചില ഏരിയ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആഡ് എക്സ്ക്ലൂഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ? ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ അതിൽ കൊണ്ടോട്ടി നമുക്ക് വേണ്ട. കൊണ്ടോട്ടി ഇപ്പൊ വേണ്ട, ഈ സെലക്ട് ചെയ്തതിൽ ഓൾറെഡി കൊണ്ടോട്ടി പെട്ടുണ്ടാവും. ആ കൊണ്ടോട്ടി വേണ്ടെങ്കിൽ ഇപ്പൊ കൊണ്ടോട്ടി സിറ്റിയോ, ഇപ്പൊ കൊണ്ടോട്ടി സിറ്റി ഒഴിവാകും. അതല്ലെങ്കിൽ കൊണ്ടോട്ടിയിലെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ കൊണ്ടോട്ടിയിൽ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ ഈ ക്യാമ്പയിന്റെ ഏരിയയിൽ ഇപ്പൊ സെൻട്രൽ വരുന്ന ഒരു കൊണ്ടോട്ടിന്റെ ഒരു 17 കിലോമീറ്റർ ആയിട്ട്, അപ്പൊ മിനിമം 17 കിലോമീറ്റർ. സിറ്റി ആണെങ്കിൽ ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1 കിലോമീറ്റർ മുതൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഏരിയ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ എക്സ്ക്ലൂഡ് എന്നുണ്ട്. ഇവിടെ ഇൻക്ലൂഡും ഉണ്ട്, എക്സ്ക്ലൂഡ് ഉണ്ട്. എക്സ്ക്ലൂഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ ഒഴിവാക്കും, ഇൻക്ലൂഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ഏരിയ കറക്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഏരിയ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് മിനിമം ഏജ് ആണ്. അപ്പൊ നമുക്ക് വേണ്ട ഓഡിയൻസിന്റെ ഏജ്. ഓഡിയൻസിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ നോർമലി വരിക 18 വയസ്സ് മുതൽ 65+ എന്നുള്ള രൂപത്തിലാകാരം വരിക. ഓരോ ക്യാമ്പയിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ മിനിമം ഏജ് എത്രയാണെന്ന് ചോദിക്കണം. മിനിമം ഏജ് നമുക്ക് 18 കൊടുക്കാം. നോർമലായിട്ട് നമുക്ക് 18 കൊടുക്കാം. ഇനി അതല്ല, നമ്മൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ബിസിനസ് ലെവലുള്ള ആളുകൾ ആയിരിക്കും നമുക്ക് വരാം. അപ്പൊ ഏകദേശം നമുക്ക് ഒരു 22 22 എബോ ഉള്ള ആളുകൾക്ക് മതിയാവും. ഇതിനെ കുറിച്ച് കണ്ടുള്ള ഒരു ഐഡിയ ഉള്ള മതിയല്ലോ. അപ്പൊ ഒരു 22 ഏജ് മിനിമം ഏജ് കൊടുത്തിട്ടോ. പിന്നെ എക്സ്ക്ലൂഡ് ദ കസ്റ്റം ഓഡിയൻസ്. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഓഡിയൻസ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ടൈപ്പ് ഓഫ് ആളുകളെ നമ്മൾ ആഡ് കാണണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റം ഓഡിയൻസ് ആണ്. ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു ഓഡിയൻസിനെ സേവ് ചെയ്ത് വെക്കണം. എന്നാൽ അത് ഇവിടെ സെലക്ട് ചെയ്യുക ഉണ്ടെങ്കിൽ. പിന്നെ വരുന്ന ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് നമുക്ക് ഈ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓൾ ലാംഗ്വേജ് എന്നുള്ള ലെവലിലാണ് പോവാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇംഗ്ലീഷ് UK ഉണ്ട്, US ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് വേണ്ടി കൊടുക്കാം. അതുപോലെ ഇപ്പൊ നമ്മള് കേരളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മലയാളവും കൊടുക്കാം. ഇത് എന്തിനാന്ന് ചോദിച്ചാലേ, ചില ആളുകളുടെ ഫേസ്ബുക്ക് ഒക്കെ മലയാളത്തിലെ കാര്യം. അപ്പൊ ഓട്ടോമാറ്റിക് മലയാളത്തിലെ ആഡ് കാണിക്കും. ഇംഗ്ലീഷിലുള്ള ഇതിൽ ഇംഗ്ലീഷിൽ കാണിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ലാംഗ്വേജ് മാറിക്കാണ്ട് കാണിച്ചോളും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ലാംഗ്വേജ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് അറബി കൊടുക്കേണ്ടി വരും. മറ്റുള്ള കൺട്രീസിലാണെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കൊടുക്കേണ്ടി വരും. ആ രീതിയിലാണ് കൊടുക്കുക. പിന്നെ വരുന്നത് അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ, ഇത് ഫേസ്ബുക്കിന്റെ കുറച്ച് കൂടുതലൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ വർഷം ലാസ്റ്റ് വന്ന ഒരു അപ്ഡേഷൻ ആണ്. അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? അവര് നമ്മുടെ ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു പോസ്റ്റോ വീഡിയോസോ കൊടുക്കും. അതിന് ഡിസ്ക്രിപ്ഷനും കണ്ടന്റ് ഒക്കെ കൊടുക്കും. ആ ഒരു കണ്ടന്റ് കാര്യം വെച്ചിട്ട് ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക്
ആ ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യും, അവരെ കാണിക്കും എന്നുള്ളതാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഫേസ്ബുക്ക് പറയുന്നത് നിലവിൽ നമ്മൾ കൊടുക്കുന്ന രീതിനേക്കാളും അഡ്വാൻറ്റേജ് പ്ലസ് ആയി ചെയ്യുമ്പോൾ ഒരു 30% റിസൾട്ട് കൂടുമെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഇത് അവർ കൊണ്ടുവന്ന ഒരു പുതിയ ഒരു അപ്ഡേഷൻ ആണ്. അപ്പൊ അതില് ഓപ്ഷനിലാണ് ഇത് നമ്മൾ ഓഡിയൻസ് കൊടുക്കണം തന്നെ ഇല്ല എന്ന് അവർ പറയുന്നത്. നിങ്ങൾ ഓഡിയൻസ് ഒന്നും തന്നില്ലെങ്കിലും നിങ്ങളെ ആഡ് കണ്ട് ഓട്ടോമാറ്റിക് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് എക്സാക്റ്റ് ആയ ആളുകൾ ആഡ് കാണിക്കും എന്നുള്ളതാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തേക്കാൻ പറ്റുള്ളൂ. ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കണില്ല, കസ്റ്റം ഓഡിയൻസ് ഇല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഏജ് കൊടുക്കാം, മിനിമം മുതൽ മാക്സിമം വരെ. മിനിമം നമ്മൾ 22 കൊടുത്തു, മാക്സിമം ഇവിടെ 65 ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു 65 ഒന്നും വേണമെന്നില്ല, ഒരു 40-45 മതിയാവും. അപ്പൊ ഓരോ ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ഓഡിയൻസ് എത്ര ഏജ് വരെ ഉള്ളതാണെന്ന് ആ ബിസിനസിന്റെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനൊരു അപ്രോക്സിമേറ്റ്ലി കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ ബിസിനസിനെ കുറിച്ചും അതിന്റെ ഓഡിയൻസിനെ കുറിച്ചും അതിന്റെ ഓഡിയൻസിന്റെ ബിഹേവിയറിനെ കുറിച്ചും അവരെ ഇൻട്രസ്റ്റ്, അവരെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷമാണ് ക്യാമ്പയിൻ ഇരിക്കാൻ പാടുള്ളൂ. എന്നാലേ ഈ സാധനം കറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക. ആ റിപ്പോർട്ട് ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ഉണ്ടാവും. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഏജ് കൊടുത്തു. പിന്നെ ജെൻഡർ ഇപ്പൊ നമുക്ക് ജെൻസിനെ മാത്രം, വുമണ് മാത്രം അല്ലെങ്കിൽ മെന്ന് മാത്രമാണ് വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഓള് കൊടുത്തു കഴിഞ്ഞാൽ ആണും പെണ്ണും എന്ത് ചെയ്യും, ആഡ് കാണും. പിന്നെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് എന്നുള്ളത്, ഇതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനം. ഇവിടെയാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആർക്കാണോ ആഡ് കാണിക്കേണ്ടത് എന്നുള്ളത് കൊടുക്കാനുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ്, ബിഹേവിയർ, അതുപോലെ അവരെ ഡെമോഗ്രാഫിക്, അവരെ ലൈഫിലുള്ള ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത് ഇപ്പൊ എന്താണ്, ബിസിനസ്സുകാര്, ബിസിനസ് ഓണേഴ്സ്, ബിസിനസ് ഓണേഴ്സ് ആണ്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ സർവീസ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ബിസിനസ് ഓണേഴ്സ് ആണ് നമ്മുടെ ഓഡിയൻസ്. അങ്ങനെ ബിസിനസ് ഓണേഴ്സ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് എന്ത് ചെയ്യും, ഈ ഇതുമായി ബന്ധപ്പെട്ട് സജസ്റ്റ് ചെയ്ത് തരും. ബിസിനസ് ഓണേഴ്സ് ഇവിടെ നോക്കണം കേട്ടോ. ഇത് ബിസിനസ് ഓണേഴ്സ് ഇവിടെ എംപ്ലോയി എന്നുള്ള ലെവലിലാണ് കൊടുത്തിട്ടുള്ളത്. ചിലത് ബിസിനസ് ഓണേഴ്സ് ഇൻട്രസ്റ്റ് എന്നുണ്ടാവും. ബിസിനസ് ഓണർ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും ആ കാറ്റഗറി. അപ്പൊ നമുക്കിവിടെ ഓഡിയൻസ് കറക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എംപ്ലോയി എന്നുള്ള കാറ്റഗറിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓണർ, മൈ ഓൺ കമ്പനി, ഓണർ അറ്റ് ബിസിനസ്, സെൽഫ് എംപ്ലോയിഡ്, ഐ ഹാവ് വൺ ഓൺ ബിസിനസ്. ഇതൊക്കെ ബിസിനസ്സുകാരാണ്. പല പല രീതിയിൽ ഫേസ്ബുക്കിൽ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത രീതിയാണ്. ഓൺ ബിസിനസ്, ഓണർ, CEO, മാനേജർ, ഫൗണ്ടറാണ് മാനേജിങ് ഡയറക്ടർ, ചെയർമാന്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അപ്പൊ ഈ ഒരു ഇതൊക്കെ ശരിക്കും ഒരു ബിസിനസിന്റെ മേജർ അല്ലെങ്കിൽ മെയിൻ ഏരിയ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇവരെ ശരിക്കും എന്ത് ചെയ്യും, പിന്നെ സംബന്ധിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, ഇവരായിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഈ രീതിയിലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഡെമോഗ്രാഫിക്സ്, അതായത് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇന്ന എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഇന്ന രീതിയിൽ. ഇപ്പൊ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് സ്റ്റഡി ഉണ്ട്. ഒരു വിഷയത്തെ ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാര് സ്കൂളോ യൂണിവേഴ്സിറ്റിയോ സെലക്ട് ചെയ്യുക. ഇതിവിടെ സെർച്ച് ചെയ്യണം കേട്ടോ, നമ്മൾ ഏത് ഫീൽഡാണെന്നുള്ളത്. ഇപ്പൊ ആ ഒരു ആളുകളെ നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. സ്കൂൾ ഓഫ് യൂണിവേഴ്സിറ്റിയോ നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഏത് യൂണിവേഴ്സിറ്റി, ഇപ്പൊ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ കൊടുത്ത ആൾക്കാർക്ക് കംപ്ലീറ്റ് നമ്മൾ ആഡ് കാണിക്കും. അങ്ങനെ സ്കൂള്, യൂണിവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഫീൽഡ് ഓഫ് സ്റ്റഡി പറഞ്ഞാൽ ഏതെങ്കിലും ഫീൽഡിൽ ഇപ്പൊ നമുക്ക് പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇപ്പോ ബിസിനസ് കാറ്റഗറിയിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, ഹാർവാർഡ് ബിസിനസ് സ്കൂള്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫീൽഡ്, എഡ്യൂക്കേഷൻ ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പഠിക്കുന്ന കാറ്റഗറീനെ കിട്ടും. ഇനി അതല്ല, എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലുണ്ടാവും അറ്റ് ഹൈസ്കൂൾ ലെവല്, ഹൈസ്കൂൾ പഠിക്കുന്ന ലെവല്, യൂണിവേഴ്സിറ്റി ലെവല്, യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഡോക്ടറേറ്റ് ഡിഗ്രി, ഫൗണ്ടേഷൻ ഡിഗ്രി, ഹൈസ്കൂൾ ലീവർ, ഹൈസ്കൂൾ കഴിഞ്ഞ ആളുകൾ, മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർ, പ്രൊഫഷണൽ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർ,
സം ഹൈസ്കൂള്, സം യൂണിവേഴ്സിറ്റീസ്, സം യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ്, യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്, ഇങ്ങനെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഫീൽഡ് ഉണ്ടാവും. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ ടൈപ്പ്. ഫിനാൻഷ്യൽ ടൈപ്പ് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ വർക്കൗട്ട് അല്ല കേട്ടോ. ഈ US-ലാണ് ഇത് കറക്റ്റ് കിട്ടുക. അതായത് ഹൗസ് ഹോൾഡിംഗ് 10%, 10 to 25% എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. US-ലാണ് വർക്കൗട്ട് ആവുള്ളൂ. നമ്മളവിടെ വർക്കൗട്ട് ആക്കാൻ വേണ്ടിയാണ് മോദി മറ്റേ ക്യാഷ് നിരോധനവും കറക്റ്റ് ആളുകളെ പാൻ കാർഡും കാര്യമൊക്കെ കണക്ട് ചെയ്ത സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. വർക്കൗട്ട് ആയി വന്നിട്ടില്ല. ഓക്കെ. പിന്നെ വരുന്നത് ലൈഫ് ഇവന്റ്സ് ആണ്. ഇവന്റ്സ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ ആനിവേഴ്സറി, അവേ ഫ്രം ഫാമിലി, നമ്മൾ അവേ ഫ്രം ഹോം ടൗൺ. ഇപ്പൊ എന്ത് ഫാമിലി ആർക്ക് ആനിവേഴ്സറി ഉണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുക. ഇപ്പൊ എന്റെ നാട്ടില്, എന്റെ വീട് ഹോം ടൗൺ നിൽക്കുന്ന ഏരിയയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ആനിവേഴ്സറി ഉണ്ടെങ്കിൽ ആ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ എന്റെ കുടുംബത്തിലോ എന്റെ അയൽവാസി ഇവിടെ ആരെങ്കിലും ആനിവേഴ്സറി വരാൻ പോകുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും, അപ്പൊ ഇന്ന അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാന്ന് വെച്ചാല്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ആനിവേഴ്സറിക്ക് ഒരു കേക്കിന്റെ ആഡ് കൊടുക്കുന്നു. ഇപ്പൊ ആനിവേഴ്സറി കേക്കിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആനിവേഴ്സറി ബർത്ത്ഡേ ഉള്ള ആളുകൾ ഉണ്ടാവും. അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരെ കുടുംബങ്ങളോ അവരെ ചുറ്റുഭാഗത്തുള്ള ആളുകളോ അവരെ ടാർഗറ്റ് ചെയ്യാനാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളുകൾ ടാർഗറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഇതേപോലെ തന്നെ ഗിഫ്റ്റിന്റെ ടീം, അതുപോലെ കേക്ക്, അതുപോലെ ഇവന്റ് ടീം, ഇവരൊക്കെ ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ബേസ് ചെയ്തിട്ട് ബർത്ത്ഡേ ഇവന്റുകളൊക്കെ, ഓരോ ഇവന്റ്, ഇപ്പൊ ഈ മന്ത്ലി ഇവന്റ് ഉള്ള ആളുകൾ, ഈ മന്ത്ലി ബർത്ത്ഡേ ഉള്ള ആളുകൾ, ഇവരൊക്കെ ടാർഗറ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യും, ഒന്നുകൂടെ റിസൾട്ട് ഓറിയന്റഡ് ആക്കാൻ. കാരണം അവരെന്തായാലും അവർക്ക് ഇവന്റ് നടത്തേണ്ടി വരും. അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അവർ ശരിക്കും അന്വേഷിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഡീപ്പായിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബർത്ത്ഡേ, ഏപ്രിൽ, ഓഗസ്റ്റ്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇങ്ങനെ ഓരോ മാസം ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്കമിങ് ബർത്ത്ഡേ, വരാൻ പോകുന്ന ബർത്ത്ഡേ ഉള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ, ന്യൂ ജോബ് ഉള്ള ആളുകള്, ന്യൂ റിലേഷൻഷിപ്പിലെ ആളുകൾ, ന്യൂലി എൻഗേജ്ഡ്, അതായത് ഇവിടെ അടുത്ത് ഒരു 1 ഇയറിന്റെ ഉള്ളിൽ എൻഗേജ് ചെയ്ത ആൾക്കാർ, 3 മന്തിൽ എൻഗേജ് ചെയ്ത ആളുകൾ, അതുപോലെ 6 മന്തിൽ എൻഗേജ് ചെയ്ത ആൾക്കാർ, 1 ഇയറിൽ എൻഗേജ് ചെയ്ത ആൾക്കാർ, ന്യൂലി വെഡ്, അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാര്, 3 മാസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാര്, 6 മാസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാര്, ഇവരൊക്കെ എന്താ, ഇപ്പൊ ഒരു ലേഡീസിന്റെ ഡ്രസ്സിന്റെ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കല്യാണം കഴിഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇവര് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം അല്ലെങ്കിൽ 6 മാസം, 1 ഇയർ ഒക്കെയാണ്. അപ്പൊ അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഇവരിലൂടെ സെല് ചെയ്യാൻ സാധ്യത കൂടുതലുണ്ടെന്നാ. അപ്പൊ ഇത് എവിടെയാണ് ഇത് കൊടുക്കേണ്ടത്, ആരെ കൊടുക്കണമെന്ന് കറക്റ്റ് നമ്മളെ ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് പഠിക്കണം. എന്നിട്ട് നമ്മുടെ ഓഡിയൻസ്, എക്സാക്ട് ഓഡിയൻസ് ആരാണ്, ഒരു സെമി ലെവലിലുള്ള ഓഡിയൻസ് ആരാണ് എന്നൊക്കെ നമ്മൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തതിന്റെ ശേഷം അത് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇരിക്കാൻ. ആ ഓഡിയൻസിനെ ഇവിടെ എങ്ങനെ ടാർഗറ്റ് ചെയ്യും എന്നുള്ള പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചേ, പറയും. ഇപ്പൊ എനിക്കിപ്പോ എന്റെ ഇ കൊമേഴ്സ് ഞാനിപ്പം ഇൻഷാ അള്ളാ ഈ ഫെബ്രുവരി 20 ആകുമ്പോഴേക്കും ഞാൻ ഔട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഫോട്ടോഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഓൾ കേരളയാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിങ്ങില്. നമ്മള് .in-ആണ് ഇത് എടുത്തത്, ഇന്ത്യ മൊത്തം ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പം ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യണത് നമ്മൾ ഓൾ കേരളയാണ്. അപ്പൊ അത് ചെയ്യുമ്പോ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അത് എങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്ക് മൊത്തം ഓഡിയൻസ് അറിയണം ഈ ഒരു സൈറ്റിനെ കുറിച്ച്, അത്രേ ഉള്ളൂ. പിന്നീടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ബേസ് ചെയ്താണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ചെയ്താണ്ട് കാണിക്കുക. ബ്രാൻഡിങ് ആണ് ആവശ്യം. അതെ, ആദ്യം ബ്രാൻഡിങ് ആണ്. ഇന്നൊരു സാധനം ഉണ്ട്, ഇത് ഇ കൊമേഴ്സ് ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട് എന്നുള്ള അറിയണം. ഈ സൈറ്റ് നമ്മൾ ആരാ അറിയിക്കുന്നത്, ഹോൾസെയിൽ ടീമിനാണോ അതോ റീറ്റെയിൽ? അല്ല, സാധാ നോർമൽ നമ്മൾ D2C ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും കോമൺ. അപ്പൊ നമ്മളിവിടെ കൊടുക്കാനുള്ളത് ഒന്ന് ടെക്നോളജിനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത്, അതുപോലെ മൊബൈൽ ഫോണിന്റെ ആക്സറീസ്, അത് മൊബൈൽ ഫോൺ യൂസേഴ്സ്. അപ്പൊ നമ്മൾ ആഡ് മൊബൈൽ ഫോൺ യൂസേഴ്സ്, ഇതുമായി മൊബൈൽ ഫോണുമായി റിലേറ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളും കാണുന്ന ആൾക്കാര്, ഇതുപോലെ ആക്സസറീസ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, ഗാഡ്ജറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര്, ഇങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് അവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആക്സസറീസ് ആയതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ സെയിൽ ചെയ്യേണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിക്ക് പറ്റും, നമുക്ക് എൻഗേജ് ചെയ്ത ആൾക്കാർ പറ്റും. അതുപോലെ ഇവരൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ ഓഡിയൻസിനെ നമ്മൾ ആദ്യം ചെയ്യാം, കറക്റ്റ് ഒന്ന് എഴുതി നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കി ഒന്ന് സെറ്റ് ചെയ്യണം.
ആ, ആ, അത് ആ. അത് ക്ലിയർ ചെയ്താലാണ് ക്യാമ്പയിൻ വിജയിക്കുള്ളൂ. ഓഡിയൻസ് നമ്മൾ കൊടുത്തത് പാളിയോ പൈസ പോയി. ഉം. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് ഇതിലെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത. ഇത് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ടാർഗറ്റ് ചെയ്യാൻ. ഇത്ര ഡീപ്പായിട്ട് വരെ ടാർഗറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ ആളുകളെ, ഇവിടെ അടുത്ത് ബർത്ത്ഡേ ഉണ്ടാകാൻ പോകുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ചെയ്യാം. അത് ഓരോ കാറ്റഗറിയില്. അപ്പൊ ഓഡിയൻസിനെ കുറിച്ച് പക്കാ പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിച്ചിട്ട് ഏത് ഓഡിയൻസിനെ എടുത്താലും ഒരു പൊതു സ്വഭാവം ഉണ്ടാവും. ആ പൊതു സ്വഭാവം വെച്ചിട്ട് എന്ത് ചെയ്യുക, അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ നമുക്കൊക്കെ ഉം. എന്തുണ്ട്, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവനൊരു പൊതു സ്വഭാവം ഉണ്ട്. എല്ലാ ഉണ്ട്, ഉണ്ട്. ബിസിനസ്സുകാരും. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരുടെ സ്വഭാവം ഉണ്ടാവും. അപ്പൊ ഓരോ കാറ്റഗറിയുള്ള നമ്മളെ ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അവരെ പൊതു സ്വഭാവം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ആ സ്വഭാവമുള്ള ആളുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മതി. അതെ, ഉം. അതെ, അതെ. ഇപ്പൊ നമ്മളിത് കുറച്ച് ആദ്യം നമ്മളിതിനെ ഒന്ന് മാനുവലി നമ്മളൊന്ന് എഴുതി പഠിക്കാണ്ട്. നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കണം. ആദ്യം ഒരു അനലിറ്റിക് റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരണ്ടേ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ പരിപാടി. അങ്ങനെ ആ റിപ്പോർട്ടിന്റെ ഉം. അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇത് റിസൾട്ട് ഓറിയന്റഡ് ആവുള്ളൂ. പിന്നെ നമുക്ക് അതെ, നല്ല അതെ. മറ്റേ എക്സ്പീരിയൻസ് നമ്മള് വേണം. വെറുതെ പൈസ പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് വേണം, നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. എന്നാലേ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ പൈസ പോകും. അപ്പോ ഇവിടെ റിപ്പോർട്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി. ചെയ്യണ പോസ്റ്ററും അതേമാതിരി ആവും വേണം, ആ അല്ലെ? പോസ്റ്റേഴ്സ് അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പോസ്റ്റേഴ്സ് നല്ല ക്രിയേറ്റീവ് ആവണം, അട്രാക്റ്റീവ് ആവണം, ആളുകളെ എൻഗേജ് ഉം. ചെയ്യിപ്പിക്കണം. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത്രയും ആൾക്കാരെ കാണിച്ചു, പക്ഷെ കാണിച്ച പോസ്റ്റ് അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഇതൊക്കെ വെറുതായി. അതെ, അതെ, അതെ. അങ്ങനെ കുറെ കറിയൊക്കെ മാനദണ്ഡങ്ങൾ. നന്നായി വിളമ്പി കോളാമ്പിയിൽ പറഞ്ഞ മാതിരിയാവും. അതാണ്. അപ്പോ റീസെന്റ്ലി മൂഡ് അടുത്ത എന്തെങ്കിലും ആള് സ്ഥലം മാറിയ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. 8:20 ചായ അടിക്കാൻ വിളിക്കുന്നുണ്ട്. എത്രയായോ ഈ ഒരു എട്ട്. സെഷനും കൂടെ, ഈ ഒരു സെഷനും കൂടെ തീർക്കട്ടോ. ഞാൻ നോക്കിയോളി, ഉമ്മ പുട്ടുന്നാൻ വിളിച്ചിട്ടുണ്ട്. അടുത്തത് എന്ത് ചെയ്യാ, പേരന്റ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് പേരന്റ്സിനെ എന്ത് ചെയ്യാ, സെലക്ട് ചെയ്യുക. ഓൾ പേരന്റ് ഉണ്ട്, പേരന്റ് ടു അപ് ടു 12 വയസ്സ് വരെയുള്ള കുട്ടികളെ പേരന്റ്, പേരന്റ് വിത്ത് അഡോൾട്ട് ചില 18 മുതൽ 26 വയസ്സ് വരെ കുട്ടികളെ. ഇപ്പൊ ഒരു കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഒരു കോളേജിന്റെ അല്ലെങ്കിൽ അബ്രോഡ് എഡ്യൂക്കേഷന്റെ ഒക്കെ ഉള്ള ആടാണെങ്കിൽ ഈ ടാർഗറ്റാണ് ചെയ്യേണ്ടത്. കാരണം അവിടെ ആ പേരന്റ്സിനാണ് എന്ത് ചെയ്യേണ്ടത്, അവരെ +2 കഴിഞ്ഞിട്ട് നല്ലൊരു കോളേജിലൂടെയും ചേർക്കണം എന്നുള്ളൊരു സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ നേരെ മറിച്ച് 12 വയസ്സ് വരെയുള്ള കുട്ടി, അതുപോലെ 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടി. ഈ 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടിക്കുള്ള ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി സെയിൽ നടക്കാൻ. ഓക്കെ. അതുപോലെ ഏജ് 9 മുതൽ 12 വരെ വയസ്സ്, 6 മുതൽ 8 വരെ വയസ്സ്, പാരന്റ് വിത്ത് പ്രൈമറി സ്കൂൾ ഏജ് ചിൽഡ്രൻസ്. അതുപോലെ ടീനേജർ 13 മുതൽ 17 വരെ, 1 മുതൽ 2 വരെ വയസ്സുള്ളത്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് പാരന്റ്സിനെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട്, മാരേജ് ഉണ്ട്, എൻഗേജ് ഉണ്ട്, ഇന്നർ റിലേഷൻഷിപ്പ് ഉണ്ട്, സിംഗിൾ ഉണ്ട്, അൺസ്പെസിഫൈഡ് ഉണ്ട്. ചില ആളുകൾ ഫേസ്ബുക്കിൽ ഇതിലൊന്നും അവരെ റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ ടാർഗറ്റ് ചെയ്യാം. ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഈ അഡ്രസ്സും ഇതിനൊക്കെ തന്നെ ഡീറ്റെയിൽ ഉണ്ടാവില്ലേ, അബൌട്ട് ഫില്ല് ചെയ്യാൻ. അതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഈ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വർക്ക്, എംപ്ലോയീസ്. അപ്പൊ ഏത് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്താൽ മതി. ഏത് കാറ്റഗറി ഓഫ് എംപ്ലോയി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രി നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ ഇൻഡസ്ട്രി, ആർക്കിടെക്ട്, ആർട്ട്, എന്റർടൈൻമെന്റ്, സ്പോർട്സ്, മീഡിയ, ബിസിനസ്, ഫിനാൻസ്, ഡിസിഷൻ മേക്കേഴ്സ്, അങ്ങനത്തെ മെയിൻ്റനൻസ്, സർവീസ്. പിന്നെ 2000-ന് മുമ്പ് തുടങ്ങിയ കമ്പനീസ്, 2000 മുതൽ 2009-ന്റെ ഇടയിൽ തുടങ്ങിയ കമ്പനീസ്, 2010 ആൻഡ് ന്യൂ, അതിന് ശേഷം പുതിയ തുടങ്ങിയത്. അവർ കമ്പനിന്റെ റവന്യൂ ബേസ് ചെയ്തിട്ട് മോർ ദാൻ $10 ബില്യൺ. ഈ $10 കേസ് നമ്മളിവിടെ അത്ര വർക്ക്ഔട്ട് ആയിക്കോളുന്നില്ല കേട്ടോ. വിദേശത്താണ് അത് കറക്റ്റ് കിട്ടുക. കമ്പനിന്റെ സൈസ് 10 എംപ്ലോയീസ് ഉള്ളത്, 100 മുതൽ 500 എംപ്ലോയീസ് വരെ ഉള്ളത്, കൺസ്ട്രക്ഷന്, എഡ്യൂക്കേഷന്, ലൈബ്രറി, ഫാമിംഗ്, IT, അങ്ങനെ ഒരുപാട് കാറ്റഗറി ബിസിനസ്സുകളാണ്. ഇത് സെയിൽസ്, മാർക്കറ്റിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, മൂവിങ്, വെഞ്ചർ. ഇത്രയും കാറ്റഗറി ബിസിനസ് കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. കാരണം നമ്മളിപ്പോ ഒരു B2B ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഏത് ബിസിനസ്സുകാരെയാണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ജോബ് ടൈറ്റിൽ, ഒരു സ്പെസിഫൈ ജോബ് ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ ഡോക്ടേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ഡോക്ടേഴ്സ് കിട്ടി. അപ്പൊ ഡോക്ടേഴ്സ് എന്നുള്ള ജോബ് ടൈറ്റിലുള്ള സർവ്വ ആളുകൾക്ക് എന്ത് ചെയ്യും, കാണിക്കും. നമ്മൾ ഓരോ ഓഡിയൻസിനെ എടുത്തു കഴിഞ്ഞാലും ആ ഓഡിയൻസിന്റെ സൈസ് ഇവിടെ കാണും കേട്ടോ. ഞാൻ ഡോക്ടേഴ്സ് കാണിച്ചു. അപ്പൊ ഡോക്ടേഴ്സിനെ ഇവിടെ വലതു ഭാഗത്ത് കാണാൻ പറ്റും. ആ ഡോക്ടേഴ്സിനെ നമ്മൾ കൊടുത്ത് അവിടെ ഏരിയയിലുള്ള സൈസ് ഇത്രയും ഡോക്ടർമാരുണ്ട്, ഡോക്ടർ ജോബ് ടൈറ്റിൽ കൊടുത്ത ആൾക്കാർ.
അപ്പൊ നമുക്ക് അങ്ങനെ രോഗികളെ കിട്ടൂലല്ലോ. രോഗികളെ കിട്ടും. രോഗികളെ കിട്ടുന്ന വെച്ചാല് രോഗി എന്ന രൂപത്തിലല്ല കിട്ടുക. ഡയബറ്റീസ് ഡയബറ്റിക്സ്, ഷുഗർ, അതുമായി റിലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആൾക്കാരെ അങ്ങനെ അങ്ങനെ എടുക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ഇതൊക്കെ ഈ കമ്പനീസ് ഡയബറ്റ് ഉള്ളൊന്നും ആരും ഇതിൽ കൊടുക്കൂല. അത് കൊടുക്കൂല. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഈ ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഉണ്ടാവും. അങ്ങനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. പിന്നെ വരുന്ന അങ്ങനെ ടാർഗറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഒരുപാടുണ്ട്. ബിസിനസ് ആണ് ഇൻഡസ്ട്രി. ഏതെങ്കിലും കാറ്റഗറി ഓഫ് ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്യുക. ബാങ്കിങ്, ഫിനാൻസ്, ഡിസൈൻസ്, ഓൺലൈൻ, പേഴ്സണൽ ഫിനാൻസ്, പിന്നെ എന്റർടൈൻമെന്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ്, ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്, ഹോബീസ് ആൻഡ് ആക്ടിവിറ്റീസ്. നമുക്ക് ഇന്ന ഹോബി ഉള്ള ആൾക്കാരെ വരെ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യാന്ന്. ഇപ്പൊ ട്രാവലിംഗ് ഒരു ഹോബിയാണ്, പാട്ട് പാടുക, സിംഗിങ് എന്നുള്ള ഹോബിയാണ്. അപ്പൊ അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യുക. ഷോപ്പിംഗ് ആൻഡ് ഫാഷന്, ഈ ഓൺലൈനിൽ സാധനം പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യുക. കാരണം അവർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്, ഓൺലൈൻ പർച്ചേസിംഗ് പോലെ ഒരു ഹാബിറ്റ് ആണ്. അവരെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുക. കുട്ടികളെ ടൂറിസ്റ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് A to Z ആളുകളെ നമുക്ക് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഒന്ന് ഡെമോഗ്രാഫിക്സ് ബേസ് ചെയ്തിട്ട്, ഒന്ന് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട്, മൂന്നാമത് ബിഹേവിയർ ബേസ് ചെയ്തിട്ട്. ബിഹേവിയർ എന്ന് പറഞ്ഞാല് ഇപ്പോ ഇവിടെ കാണാം, വിത്തിൻ 61 മുതൽ 90 ദിവസത്തിന്റെ ഇടയിൽ ആനിവേഴ്സറി വരുന്ന ആളുകള്, പിന്നെ വേറെ മൊബൈൽ ഫോൺ യൂസേഴ്സ്, പിന്നെ കാറ്റഗറി ഓഫ് മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകൾ, ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകളെ മാത്രം, ഫേസ്ബുക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാര്, സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാര്, അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഓരോ കൺട്രി ബേസ് ചെയ്തിട്ട് ആ കൺട്രീനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര്, അല്ലെങ്കിൽ ആ കൺട്രി വന്ന ആളുകള്, എക്സ്പെക്ട്, സോക്കർ, ട്രാവല്, പർച്ചേസ് ബിഹേവിയർ, മോർ കാറ്റഗറീസ്, മൊബൈൽ ഫോൺ ഡിവൈസ് യൂസ്, ഇപ്പൊ ഐഫോൺ 30 Pro, അങ്ങനെ ഓരോ ഫോൺ കാറ്റഗറി. ഇപ്പൊ നമ്മള് ഐഫോൺ 13 പ്രോന്റെ ഒരു പൗച്ചാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ഐഫോൺ 30 Pro ഉപയോഗിക്കുന്ന ആൾക്കാരെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ആ കറക്റ്റ് ഓഡിയൻസ് ആണല്ലോ, ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ആണ്. ആ രീതിയിൽ ഇവിടെ ഇൻട്രസ്റ്റ്, ബിഹേവിയർ, ഡെമോഗ്രാഫിക്, ഈ 3 ബേസ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അവിടെ സെർച്ച് ചെയ്യാനും പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മൂന്നാമത്തെ ഒരു കേസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഓഡിയൻസിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ. പിന്നെ വരുന്നത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കേണ്ടത് പറഞ്ഞാൽ തീരില്ല, കണ്ടമാനം ഓഡിയൻസ് ഉണ്ട്, ഓരോന്ന് എടുത്ത് നോക്കണം. പിന്നെ വരുന്ന നാരോ ഓഡിയൻസ് എന്നുള്ള, ഈ നാരോ ഓഡിയൻസ് എന്ന് പറഞ്ഞാലേ ആൻഡ് മസ്റ്റ് ആൾസോ മാച്ച് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഇതിവിടെ ഞാൻ കൊടുത്തു കഴിഞ്ഞാല്, നാരോ മാച്ചിൽ കൊടുത്തു കഴിഞ്ഞാല്, എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇവിടെ ഇൻട്രസ്റ്റ് കൊടുത്ത ഇൻട്രസ്റ്റ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ കൺസെപ്റ്റ്, ഇപ്പൊ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഞാൻ കൊടുത്തു. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയാം? ഹയർ എഡ്യൂക്കേഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിൽ നിന്ന് ചെയർമാന്, ഫൗണ്ടർ, ഡോക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഈ ലെവലുള്ള ആൾക്കാർക്ക് ആഡ് കാണിക്കോളൂ. സംഭവം മനസ്സിലായോ? നാരോ ഓഡിയൻസിനെ കൊടുത്തു കഴിഞ്ഞാൽ നാരോ ഓഡിയൻസിൽ ഉള്ള ആളുകളായിട്ട് മാച്ച് ചെയ്ത ഓഡിയൻസിനെയാണ് ഇവിടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആയിട്ട് പരിഗണിക്കുള്ളൂ എന്ന്. മനസ്സിലായോ? ഹലോ ഹലോ പോയോ? ഹലോ, ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് ഇവിടെ നാരോ ഓഡിയൻസിൽ കൊടുത്ത ആളുകള് മാത്രമാണ് ഈ മുകളിൽ കൊടുത്ത ടാർഗറ്റ് ഓഡിയൻസിൽ ആൾക്കാർ മാച്ച് ആണോ നോക്കും. അപ്പൊ ഇവിടെ എഡ്യൂക്കേഷൻ കൊടുത്ത എഡ്യൂക്കേഷനോട്, ഹയർ എഡ്യൂക്കേഷനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാവണം ഈ പറഞ്ഞ മേലുള്ള ആൾക്കാർ, എന്നാലേ അവർക്ക് ആഡ് കാണിക്കുള്ളൂ. ഇതൊന്നും കൂടെ ഫിൽറ്ററിങ് ആണ്. ഇപ്പൊ നമുക്ക് ആവശ്യം എന്താ, ഇപ്പൊ നമ്മൾ കുറെ ഓഡിയൻസിനെ കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്താ ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്താ ബിസിനസ് ആൻഡ് ഫിനാൻസ്, ഇത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും വേണ്ട അവിടെ മാർക്കറ്റിംഗ് നോക്കാൻ. പറഞ്ഞുതരാം. മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര്, അവരിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ, ആ ഇൻട്രസ്റ്റ് ഉള്ള ബിസിനസ് ഓണേഴ്സിനെ കാണിക്കുള്ളൂ, ആ ഇൻട്രസ്റ്റ് ഉള്ള സെൽഫ് ഓണേഴ്സിനെ കാണിക്കുള്ളൂ. മനസ്സിലായോ? ഇവിടെ മാച്ച് ആയ ആൾക്കാരെ എന്ത് ചെയ്യുള്ളൂ, ആഡ് കാണിക്കുള്ളൂ എന്ന്.
ശരി. അപ്പൊ അതിനാണ് നാരോ ഓഡിയൻസ് എന്ന് പറയുന്നത്. ആ, ഓക്കെ, ഇത് ശരിക്കും ഇപ്പൊ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ആണ്. ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു, ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി അവർ ആഡ് ടെക്നോളജി ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് യുവർ ഓഡിയൻസ് ഇഫ് യു ഷെയർ ആൻഡ് ഓഡിയൻസ് സജഷൻ വിൽ പ്രയോറിറ്റി ഓഡിയൻസ് മാച്ചിങ് ദ പ്രൊഫൈൽ ബിഫോർ സെർച്ചിങ് മോർ വൈഡ്ലി. നമ്മൾ കൊടുക്കുന്ന ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ്ബുക്ക് എന്ത് ചെയ്യും, മാച്ച് ചെയ്ത ആളുകളെ കാണിക്കും, ആ പ്രൊഫൈലിലുള്ള ആൾക്കാരെ കാണിക്കും എന്നാ പറഞ്ഞത്. ഇപ്പൊ ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് അല്ലാതെ നമ്മൾ കൊടുത്തത് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവരെ മാത്രമേ കാണിക്കുള്ളൂ. ഈ അഡ്വാൻറ്റേജ് പ്ലസ് എന്ന സംഭവം വർക്ക് ചെയ്യില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്ത ആൾക്കാരെ എന്തായാലും കാണിക്കും, അതിനോട് മാച്ച് ചെയ്ത ആൾക്കാരെയും കാണിക്കും. അങ്ങനെ 2 ഓപ്ഷനാണ്. പിന്നെ വരുന്നത് പ്ലേസ്മെന്റ് എന്ന ഓപ്ഷൻ. ഇതാണ് ഇപ്പൊ ആഡ് സെറ്റിലെ ലാസ്റ്റ് ഓപ്ഷൻ. ഇത് കഴിഞ്ഞിട്ട് പിരിച്ചുവിടാം, അല്ലെങ്കിൽ പോവായിട്ട് നേരം വെക്കണം. അപ്പൊ പ്ലേസ്മെന്റ് ഓപ്ഷനിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് അഡ്വാൻറ്റേജ് പ്ലേസ്മെന്റ് എന്നാണ്. അഡ്വാൻറ്റേജ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് നമ്മളെ ആഡിന് മാച്ചായി എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും, ഫേസ്ബുക്ക് നമ്മളെ ആഡ് ഇടും. രണ്ടാമത്തെ മാനുവൽ ഓപ്ഷൻ ആണ്. മാനുവലിലാവുമ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം, ഫേസ്ബുക്കിൽ നമുക്ക് ആഡ് ഓടണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിൽ വേണമെങ്കിൽ അവിടെ ടിക്കറ്റ് കൊടുക്കുക. ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഫേസ്ബുക്കിനായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഫേസ്ബുക്ക് കൊടുക്കുന്ന ആഡ് ഓടുന്നുണ്ട്. അപ്പൊ അതിൽ ആഡ് ഓടണം, അതിനാണ് ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയാം, മൊബൈൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഒക്കെ. അപ്പൊ ഇതിൽ നമുക്ക് എവിടെയൊക്കെ നമ്മൾ ആഡ് ഓടണം നമുക്ക് തീരുമാനിക്കാം. ഫേസ്ബുക്ക് ഫീഡ്സിൽ വേണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കുക, പ്രൊഫൈൽ ഫീഡ്, ഇൻസ്റ്റഗ്രാം ഫീഡ്സിൽ വേണമെങ്കിൽ കൊടുക്കുക, ഇൻസ്റ്റഗ്രാം ഫീഡ്, മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ആഡ് ഓടണമെങ്കിൽ കൊടുക്കുക. അപ്പൊ അവിടെ വേണമെങ്കിൽ അവിടെ കൊടുക്കേണ്ട. ഫേസ്ബുക്ക് വീഡിയോ ഫീഡ്, അതുപോലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഫേസ്ബുക്ക് സ്റ്റോറി, മെസ്സഞ്ചർ സ്റ്റോറി, അതുപോലെ സ്ട്രീമിംഗ്, ലൈവ് സ്ട്രീമിംഗ്, സെർച്ച് റിസൾട്ടിൽ കാണണോ, മെസ്സേജ് കാണണോ, ഇപ്പോ ആപ്പ് ആൻഡ് സൈറ്റ്, ഇപ്പൊ ഇതിൽ വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് കൊടുക്കണ്ട. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എവിടൊക്കെ നമ്മൾ ആഡ് കാണണം എന്നുള്ള എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ കറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിനാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, പ്ലേസ്മെന്റ് ഓപ്ഷൻ. ഇവിടെ ഷോ മോർ ഉണ്ട്. ഷോ മോറിൽ എന്തുണ്ട്, സ്പെസിഫിക് മൊബൈല്, നമുക്ക് വേണ്ട സ്പെസിഫിക് മൊബൈൽ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ടാർഗറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ആൾ മൊബൈൽ ഡിവൈസും ആണോ, ആൻഡ്രോയിഡ് ഡിവൈസും ആണ്, iOS-ൽ ഇപ്പൊ iOS-ന്റെ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ, ആപ്പിൾക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ iOS മാത്രം മതി, ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് മാത്രം മതി. അങ്ങനെ നമുക്ക് ഓരോ സ്പെസിഫിക് മൊബൈൽസ് വെച്ച് ചെയ്യാം. ഒള്ളി വെൻ കണക്ട് വൈഫൈ ഉള്ളപ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, ആഡ് ഓടിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്കിപ്പബിൾ ആഡ് ആർ ഇൻക്ലൂഡ്. സ്കിപ്പബിൾ ആഡ് ആയിക്കാണ് നമ്മൾ ആഡ് ഓടണമെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ആഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്കിപ്പബിൾ ആഡ് ആണെങ്കിൽ ഇതിവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സ്കിപ്പബിൾ ആഡിലായിക്കാണ് നമ്മളത് കൊടുക്കണമെങ്കിൽ ഡോണ്ട് ഇൻക്ലൂഡ് സ്കിപ്പബിൾ ആഡ്. ഈ സ്കിപ്പബിൾ ആഡും സ്കിപ്പ് ചെയ്യാത്ത ആഡും തമ്മിൽ വ്യത്യാസം എന്താ? അത് ആ ബട്ടൺ ഉണ്ടാവില്ല. സ്കിപ്പബിൾ ആഡ് എന്ന സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നോൺ സ്കിപ്പബിൾ ആഡ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനുള്ള, രണ്ടിനും എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അത് വ്യത്യാസം വരും. ചില നമ്മളിപ്പോ ഫേസ്ബുക്കിൽ ചില ആഡ് നമുക്ക് ഒഴിവാക്കാൻ സ്കിപ്പ് ചെയ്യാത്തതിന് വില കൂടും, എമൗണ്ട് കൂടും. കാരണം ഫുള്ള് കാണണമല്ലോ, നമ്മൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. അങ്ങനെ കൊടുക്കണം. ആളെന്തായാലും നിർബന്ധമായിട്ട് കാണും. അപ്പൊ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ, പക്ഷെ അതിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് ആകെ 15 സെക്കൻഡിന്റെ ഉള്ളിലുള്ള വീഡിയോ ആവണമെന്നുണ്ട് സ്കിപ്പ് ചെയ്യാത്തത്. ചെറിയ വീഡിയോ പറ്റുമോ? മറ്റേതാകുമ്പോ എത്ര വലിയ വീഡിയോ കൊടുക്കാം, അത് ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടോളും, ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പോയിക്കോളും. ഇമേജിന് പിന്നെ ഓപ്ഷൻ, വീഡിയോക്കാണ് ഓപ്ഷൻ ഉള്ളൂ. പിന്നെ വരുന്ന ബ്രാൻഡ് സേഫ്റ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മളെ അക്കൗണ്ടിന് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, സേഫ്റ്റിയുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നമ്മളെ ആഡ് 3 രീതിയിൽ കാണിക്കാൻ പറ്റും. ഒന്ന് എക്സ്പാൻഡഡ് ഇൻവെന്ററി, ഒന്ന് മോഡറേറ്റർ ഇൻവെന്ററി, ലിമിറ്റഡ് ഇൻവെന്ററി. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാലേ, എക്സ്പാൻഡ് ഇൻവെന്ററി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ആഡ് കാണിക്കും. അതായത് നമുക്ക് ലിമിറ്റേഷൻസ് ഒന്നുമില്ല, എവിടെ ആഡ് കാണിക്കാം. ഉദാഹരണത്തിന് വൾഗറായ സെക്സ്വൽ കണ്ടന്റ് ഉള്ള പ്രൊഫൈലില് അതിന്റെ കണ്ടന്റിന്റെ അടിയിലൊക്കെ നമ്മളെ വീഡിയോ ആഡ് കാണിക്കും. ചുരുക്കി പറഞ്ഞാല് മോഡറേറ്റർ ഇൻവെന്ററി എന്ന് പറഞ്ഞാല് സെക്ഷുവലായ, വൾഗറായ, അതായത് ടോക്സിക് അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കി സ്റ്റാൻഡേർഡ് കണ്ടന്റിൽ മാത്രമാവും. ലിമിറ്റഡ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്ത കാറ്റഗറിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാണിക്കുള്ളൂ, എല്ലായിടത്തും കാണിക്കൂല. ഒരു 3 കാറ്റഗറി. അപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും കൊടുക്കുക മോഡറേറ്റ് ഇൻവെന്ററി ആണ്. എക്സ്പാൻഡ് ഇൻവെന്ററി കൊടുത്തു കഴിഞ്ഞാൽ
ചിലപ്പോൾ ഒരുപാട് സെക്സ്വൽ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ ഫേസ്ബുക്ക് ആഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ നമ്മൾ ആഡ് വരും. അപ്പൊ നമ്മള് അത് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഈ റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ആഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ലിമിറ്റഡ് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ല ഉംറ പാക്കേജിന്റെ ഒക്കെ സെക്സ് സൈറ്റിൽ ഇപ്പോൾ ആഡ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ് ബേസ് ചെയ്ത് നമുക്ക് അതിനെ സേഫ്റ്റി ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇത്. അപ്പൊ സാധാരണ നമ്മളൊക്കെ ചെയ്യാൻ മോഡറേറ്ററിലാക്കാൻ കോമൺ ആയിട്ട് ഡിഫാൾട്ട് ആയിട്ട് ഉണ്ടാവുക, അതാണ് നിലനിർത്തുക എന്നുള്ളതാണ്. ബ്ലോക്ക് ലിസ്റ്റ് ഈ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ ഇതിലാ കാണിക്കേണ്ടത്. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ ഏതൊക്കെയാണ് ലിമിറ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ആ ലിമിറ്റ്. ഇപ്പോ എക്സ്പാൻഡില് ഫിസിക്കലി ആൻഡ് ഇമോഷണൽ ഡിസ്ട്രസ് സച്ച് ആസ് ഡെത്ത്, ഇഞ്ചുറി, അബ്യൂസ്, ഇലീനിയസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഇവന്റ്. ഇത് ബേസ് ചെയ്തിട്ടാണ് ഇത് കാറ്റഗറൈസ് ചെയ്തത്. അപ്പൊ ഇതിൽ എവിടെയൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ലിമിറ്റഡ് ആകുമ്പോൾ കുറെ ഇവിടെ ഇത് ഒഴിവാക്കിയിട്ടുണ്ടാവും. മേ ബി ദ ഫോക്കസ് ഓഫ് കണ്ടന്റ് ബട്ട് മേജർ ഇവന്റ് ഓർ നോട്ട് ഡയറക്ട്ലി ഡിപ്പിക്കേറ്റഡ് കേസിൽ ഇന്റർനാഷണൽ മൈനർ ഡിസാസ്റ്റർ. അപ്പൊ ഈ കേസിൽ എന്താണ് ഇത് നമ്മൾ എങ്ങനെ ഫിൽട്ടർ ചെയ്താലും ചിലപ്പോ ഇതിൽ വരും, ഇതാണെന്നില്ല അല്ലേ? അപ്പൊ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചൊക്കെ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഒരു നേരത്തെ പറയാം ഉംറന്റെ ഒരു പാക്കേജ് ചിലപ്പോ ഒരു ലിക്കറിന്റെ പരസ്യത്തിൽ ലിക്കറിന്റെ ഒരു വരും. അതെ അതാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. കാരണം മെയിൻ ആയിട്ട് നമ്മളൊക്കെ ഇവിടെ കേസിൽ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പെരുമാറുന്ന പോലെ ആളുകൾക്ക് അതൊരു മിസ്മാച്ച് ആയി തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ലിക്കറിന്റെ വീഡിയോന്റെ അടിയിൽ നമ്മൾ ഉംറന്റെ പരസ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് നെഗറ്റീവായി. അപ്പൊ അങ്ങനത്തെ കേസ് ഒഴിവാക്കാനാണ് നമുക്ക് ഈ ഒരു സാധനം കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ റിലീജിയസ് സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ലിമിറ്റഡ് ആക്കി കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കേസൊക്കെ എന്ത് ചെയ്യൂല, ഇത് പോകൂല. മോഡറേറ്റ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ആണ്. ഓവർ ആയിട്ടുള്ള മെച്ചുർ ഇവിടെ വരുന്നത് ഡെപ്പിക്ട് ഫോക്കസ് ഓൺ ഡിസ്കസിങ് അതിൽ സെക്ഷൽ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസിലോ കണ്ടന്റോ അത് റിലേറ്റ് ചെയ്ത സംഭവത്തിൽ എന്ത് ചെയ്യില്ല, മോഡറേറ്റ് സ്റ്റാൻഡേർഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആഡ് ഓടൂല. അതുപോലെ ലിമിറ്റഡിലും ആഡ് ഓടൂല. പക്ഷെ നേരെ മറിച്ച് എക്സ്പാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആഡ് ഓടും. അപ്പൊ ഈ ഒരു വ്യത്യാസമാണ്. മനസ്സിലായല്ലോ? പിന്നെ വരുന്ന ക്രിയേറ്റ് ലിസ്റ്റ്, ബ്ലോക്ക് ലിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ചില യു ഡോണ്ട് ഹാവ് എനി ബ്ലോക്ക് ലിസ്റ്റ്, നമുക്ക് എന്തെങ്കിലും കാറ്റഗറി ഓഡിയൻസ് നെറ്റ്വർക്ക് അതുപോലെ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യണം ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ട്. ബ്ലോക്ക് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ആഡ് കൂടൂല. ഇപ്പൊ ചില ബ്രാൻഡിലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മദ്യം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറി നമുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആക്കി വെച്ചാൽ അവരിലൊന്നും നമ്മൾ ആഡ് കൂടില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് എന്ത്, ഈ ബ്ലോക്ക് ലിസ്റ്റ്. അത് നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ ഉള്ള സംഭവമാണ്. യുവർ ബ്ലോക്ക് ലിസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കുക ഏത് കാറ്റഗറിയാണ്. അത് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യൂല, ഇതില് കാണിക്കൂല. പിന്നെ അതേ കാറ്റഗറി ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഇതിൽ ഒഴിവാക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കുക. അപ്പൊ അവരത് ചോദിക്കുക. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് ഇത് നമ്മള് എപ്പോഴും അത് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ബാക്കി ഇതല്ലാത്ത ആഡ് ഓടുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അത് കണക്ട് ആവും. ഇത് ഓരോ ക്യാമ്പയിന് സെപ്പറേറ്റ് ആയതുകൊണ്ടേ. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പൊ നമ്മളെ കോമ്പറ്റീറ്റീവ് നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അക്കൗണ്ട് ഏതാണെന്ന് നമുക്ക് അറിയണ്ടേ? അതറിയണം. അതുകൊണ്ട് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് അവരുടെ പേര് ബ്രാൻഡ് നമുക്ക് അറിയെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാനുള്ള പേജസ്, മൊബൈൽ ആപ്ലിക്കേഷൻ, അവരുടെ പ്രൊഫൈല്, ഈ 3 കാറ്റഗറിയിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഈ ഒരു 3 ഇപ്പൊ ഓരോ പേജ് നമുക്ക് അറിയാം, പേജ് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ അവരെ കാറ്റഗറി ഇപ്പൊ ലുലു എന്ന് കൊടുത്തു കഴിഞ്ഞാല് ലുലു ഇങ്ങനെ അവരുടെ പേര് കൊടുത്തിട്ട് അവർ കറക്റ്റ് പേജ് എങ്ങനെ കൊടുത്തിട്ടുണ്ട് അറിയണം. ആ പ്രൊഫൈല്, ആപ്ലിക്കേഷന്, അവരുടെ പേജ്, ഇത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്ലോക്ക് ചെയ്യുക. അവിടെ ക്രിയേറ്റ് ബ്ലോക്ക് ലിസ്റ്റ് ആണ് ഓൾറെഡി ഉണ്ട് നമ്മുടെ പേജിൽ. ആ ബ്ലോക്ക് ചെയ്ത് അവിടെ ബ്ലോക്ക് ആയി കടന്നോളും. അപ്പൊ അവരുതിൽ ഒരിക്കലും നമ്മളത് എന്ത് ചെയ്യില്ല, ഇത് നമ്മളെ പ്രൊഫൈൽ ഇതൊന്നും മൊത്തം നമ്മളെ ആഡ് മാത്രമല്ല പ്രൊഫൈൽ എന്ത് ചെയ്യില്ല അവിടെ കാണിക്കൂല, സജഷനോ ഒന്നും വരില്ല. അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള സംഭവമാണ് എന്ത് അത്. പിന്നെ ഇത് എക്സ്ക്ലൂഡ് ലൈവ് വീഡിയോ, നമ്മൾ ലൈവ് സ്ട്രീമിംഗ് വീഡിയോയില് വീഡിയോ ആഡ് നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അത് ഇവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ ഓൾറെഡി വരാത്ത എന്താ വെച്ചാൽ നമ്മളിവിടെ ഓൾറെഡി ലൈവ് സ്ട്രീമിംഗിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓഡിയൻസിൽ ഫേസ്ബുക്ക് ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരില്ല.
ഉം. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് ആഡ് സെറ്റിലുള്ളത്. ഇനി ആഡിന്റെ നമുക്ക് നാളെ എടുക്കാം. മനസ്സിലായോ? ഇതിപ്പോ എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇത് ചെയ്ത് പോകുമ്പോഴാണ് ഇത് പടിയുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് ചെയ്താലേ ഇത് മൈൻഡിൽ കയറുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് തരണ്ട്. അപ്പൊ ഓക്കെ എന്നാല് ആഡിന്റെ അടുത്ത ദിവസം എടുക്കാം. ശരി.